SAP. SAP എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലേ? അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അതുപോലെ അതെങ്ങനെയാണ് ചെയ്യണതെന്നൊന്നും ആർക്കും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് SAP ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ട്രാൻസാക്ഷൻ വരെ, അതായത് ഒരു കമ്പനിയുടെ ക്രിയേഷൻ മുതൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട്സ് എടുക്കണ വരെയും നമ്മൾ ജസ്റ്റ് ഒരു എൻഡ് യൂസർ ലെവലുള്ള മോഡ്യൂൾസ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നോക്കാൻ പോവാണ്. ഏതാണ്? SAP ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ. സോ എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്, ഞാൻ എൻട്രി ആപ്പിലെ അക്കാഡമിക്സ് ഹെഡാണ്. സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SAP ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂളാണെന്ന് പറഞ്ഞു. സോ എന്താണ് SAP എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. SAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ്. ഇതിനെല്ലാ കുറേ പേര് പറയുന്നത് സാപ്പ് എന്നാണ്. സാപ്പ് എന്നല്ല പറയുക, അത് SAP എന്ന് പറയുന്നത് പല വാക്കുകളിൽ ഷോർട്ടാക്കി പറയുന്ന കാരണം സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള കാരണം അതിന് SAP എന്ന് തന്നെ പറയാനായിട്ട് നോക്കാം. അപ്പോൾ SAP എന്ന് പറയുന്നത് ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനിയിൽ എനിക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസിൻ്റെ, പർച്ചേസിൻ്റെ, പ്രൊഡക്ഷൻ്റെ, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഞാൻ ഓരോ സോഫ്റ്റ്വെയർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓരോ ടൂൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഇപ്പോൾ 10 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ 10 ടൂൾസ് ഞാൻ അവിടെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അതായത് ഞാനിപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാനിപ്പോൾ ഒരു ഫിനാൻസിൻ്റെ ടൂൾ കൊടുത്തിട്ട് അത് വെച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൂളായി. HR വേറൊരു ടൂൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു ടൂളായി. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും സെപ്പറേറ്റ് ടൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് തന്നെ അത് കുറേ കോസ്റ്റും ആകും, അതുപോലെ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല. സോ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ആ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഏത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഫുള്ള് ചെയ്യാൻ പറ്റും. അതായത് SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള ഫിനാൻസ് മൊഡ്യൂളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സെയിൽസിൻ്റെ ചെയ്യാൻ പറ്റും, HR ചെയ്യാൻ പറ്റും, പർച്ചേസിങ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ടിങ് ചെയ്യാൻ പറ്റും. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കമ്പനിയിലെ ഫുൾ കാര്യങ്ങളും നമുക്ക് ഈ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വലിയ കമ്പനീസിൽ മാത്രം ഈ ഒരു SAP സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടിട്ടുള്ളത്. ചെറിയ കമ്പനീസിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുതലാണ്. സോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അത്രയും കോസ്റ്റ് വേണം. സോ അതുകൊണ്ടാണ് MNC കമ്പനീസിൽ മാത്രം ഈ SAP യൂസ് ചെയ്യുന്നത്. ഈ SAP തന്നെ നമുക്ക് കുറേ അറിയാം, പല മൊഡ്യൂൾസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ തന്നെ പല മൊഡ്യൂൾസ് ഉള്ള പോലെ SAPയിലും കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ SAP ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത് മെയിനായിട്ട് പഠിക്കുന്നതായിരിക്കും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. ഇനി SAPൻ്റെ MM ഉണ്ട്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അതായത് സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയും. പിന്നെ അതുപോലെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ HR മൊഡ്യൂളുണ്ട്, SCM ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് വന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ഉണ്ട്, പിന്നെ ABAP ഉണ്ട്, നെറ്റ്വീവർ ഉണ്ട്. ഇങ്ങനെ കുറേ ടെക്നിക്കൽ മൊഡ്യൂൾസും ഫങ്ഷണൽ മൊഡ്യൂൾസ് അടങ്ങിയിട്ടുള്ള SAP സോഫ്റ്റ്വെയർ ആണ്. ഇതെല്ലാം ചെയ്യുന്ന ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സെർവറിൻ്റെ കാര്യങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ വേറെ കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് എന്താണ് S/4HANA, എന്താണ് ECC, അതുപോലെയൊക്കെ ഉള്ളത്. ഈ SAP എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ സിസ്റ്റത്തിലെല്ലാം നമുക്ക് Windows 8, 9, 10 ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വേർഷൻസ് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ നമുക്ക് Windows 12 വരെയുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് SAPയുടെ പണ്ടത്തെ ഒരു വെർഷനായിരുന്നു SAP ECC എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് SAP S/4HANA എന്ന് പറയുന്നതാണ്. സോ അങ്ങനെ ഓരോ വെർഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് വലിയ ചേഞ്ചസ് ഒന്നും മാറില്ല. ഇപ്പോൾ Windows 8 നിന്ന് Windows 10 വന്നു കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഇല്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വ്യത്യാസങ്ങൾ വരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ വരും. ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് SAPയിൽ വല്ലോ. അപ്പോൾ ECC പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ S/4HANA വരുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും 2-3 ടോപ്പിക്സ് മാത്രമായിരിക്കും നമുക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് SAP S/4HANA എന്ന് പറയുന്നത് അതിൻ്റെ വെർഷൻ്റെ പേരും, SAP FI, MM, SD, PP എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മൊഡ്യൂൾസിൻ്റെ പേരുമാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം SAP എന്ന് പറയുന്നത് ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലുള്ള എൻ്റർപ്രൈസ് റിസോഴ്സസിനെ എല്ലാം പ്ലാൻ ചെയ്ത് കമ്പനീനെ നല്ല രീതിക്ക് മുമ്പോട്ട് പോയി പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് ERP സോഫ്റ്റ്വെയർസ് അല്ലേ? സോ SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഇൻട്രോ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു 80% വന്നത് പ്രാക്ടിക്കൽസാണ്. തിയറി ഇല്ല എന്നല്ല, തിയറി ഉണ്ട്. ഇൻ്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞാൽ തിയറി ആയിരിക്കും ചോദിക്കുക. പക്ഷേ നമുക്കിവിടെ വന്നത് എന്തായിരിക്കും? പ്രാക്ടിക്കൽസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്.
അതായത് ഓരോ ടോപ്പിക്കിലും അതെന്തിനാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റസ് ചെയ്യുന്നത്, ഫിസിക്കൽ ഇയർ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് കാര്യങ്ങൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പാസ്സാവുള്ളൂ. സോ ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് എൻഡ് യൂസറിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഇതല്ലാണ്ട് SAPയുടെ ഗ്ലോബൽ ലെവൽ ടോപ്പിക്സും ഉണ്ട്, ഗ്ലോബൽ ലെവൽ കോഴ്സുകളും ഉണ്ട്. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ വേണം എന്ന് പറഞ്ഞു. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ നോക്കിയിട്ട് സോഫ്റ്റ്വെയർ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അവിടെ സോഫ്റ്റ്വെയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ SAPയുടെ സോഫ്റ്റ്വെയർ എന്നത്, SAP ലോഗോ എന്ന് പറയുന്നത്. സോ ഞാനവിടെ SAP ലോഗോ എന്ന് പറയുന്നത് ഞാനവിടെ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മുടെ SAPയുടെ സോഫ്റ്റ്വെയർ വന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലേക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? സെർവർ ഡീറ്റെയിൽസ് വേണം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സെർവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ 3 സെർവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സെർവർ ഡീറ്റെയിൽസ് വേണം. ഇനി സെർവർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയാന്നിരിക്കട്ടെ, പക്ഷേ അതിൻ്റെ അകത്തേക്ക് സെർവറിലേക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വേണം. മനസ്സിലായോ? സോ ആ യൂസർ ഐ ഡി പാസ്വേഡും ഉണ്ടായാൽ മാത്രമേ നമുക്ക് SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ടാലി പോലെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എനിക്ക് അവിടെ പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. എഡ്യൂക്കേഷൻ ബേസിനാണെന്നുണ്ടെങ്കിലും വർക്കിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും SAPയിലേക്ക് ലോഗിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെർവർ ഡീറ്റെയിൽസ് വേണം, SAPയുടെ സോഫ്റ്റ്വെയർ വേണം. ഓൾസോ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വേണം. അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അത് SAPയുടെ സൈഡിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കമ്പനിക്ക് വർക്കിന് കയറിയാലോ മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ആക്സസ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നല്ല കോസ്റ്റ് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് ഒക്കെ വെച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻട്രിയിൽ ഇപ്പോൾ നമ്മളതിൻ്റെ സെർവർ ഡീറ്റെയിൽസ് ഉൾപ്പെടെ SAPയുടെ സോഫ്റ്റ്വെയർ ആക്സസ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചു കഴിയണം വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SAP ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഓരോ യൂസർ ഐ ഡി പാസ്വേഡും സെർവർ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് SAP ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടേ? ഇതിലിപ്പോൾ എനിക്ക് 3 സെർവറുകൾ ഇവിടെ ഉണ്ട്. സോ ഞാനിവിടെ ഫസ്റ്റ് അത് സെർവർ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ഞാൻ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. സോ ഞാനിവിടെ ആ ഒരു പേജിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ അവിടെ ക്ലൈൻറ്റ് നമ്പറും കൊടുത്തു. ക്ലൈൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഓരോ കമ്പനിയിലും പല പല ഇതിൽ സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സെർവറിൻ്റെ ഉള്ളിൽ തന്നെ ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലൈൻറ്റ് നമ്പറായിട്ട് വന്നത്. ഇനി യൂസർ ഐ ഡി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി ഐ ഡി ആയിരിക്കും. ഇനി എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്പനിയിലത്തെ നിങ്ങളുടെ എംപ്ലോയി ഐ ഡി ആയിരിക്കും. ഇനി പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ പാസ്വേഡ് എല്ലാം വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരാം. ഞാനിപ്പോൾ ഇവിടെ റാണിയ എന്ന് പറയുന്ന ഒരു യൂസറിൻ്റെ യൂസർ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ ഐ ഡി ഫോർ റാണി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് റാണിയുടെ പർച്ചേസ് ഓർഡർ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്കിതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ ഇതാണ് SAPയുടെ ഈസി ആക്സസ് വിൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു പേജിൽ നിന്നാണ് നമുക്ക് SAPയുടെ ഏത് മൊഡ്യൂൾസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ പറയണ പോലെ ഫിനാൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം സെയിം ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും വ്യത്യാസം വരാം. അപ്പോൾ റാണിയ എന്ന് പറയുന്ന യൂസറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ് യൂസർ അതുപോലെ IDs വെച്ചിട്ട്, അതായത് നമ്മുടെ ഇവിടെ T കോഡ്സ് ഉണ്ട്. ആ T കോഡ്സിന് ഏതൊക്കെയാണോ റാണിയ എന്ന് പറയുന്ന യൂസറിന് ആക്സസ് ഉള്ള ആ ആക്സസ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്കിന് കയറി നിങ്ങളിപ്പോൾ ARലോ APയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ARലോ APയിലും മാത്രമായിരിക്കും ആക്സസ് ഉണ്ടാവുള്ളൂ. കമ്പനിയുടെ കോൺഫിഗറേഷൻ ലെവലിലേക്കൊന്നും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു സ്ഥലത്ത് പഠിക്കാനായിട്ടുള്ള എഡ്യൂക്കേഷൻ വെർഷനിലാണ് കയറിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഇതിന് വേണ്ടിയിട്ടുള്ള ആക്സസ് കിട്ടും. ഏത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത്, കമ്പനിയുടെ കോൺഫിഗറേഷൻ ലെവലോ ഇനി അതുപോലെ തന്നെ റിപ്പോർട്ട്സോ ട്രാൻസാക്ഷൻസോ അതൊക്കെ എഡ്യൂക്കേഷൻ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പം ഞാനിവിടെ ഒന്ന് കത്തിയിട്ട് അപ്പം തന്നെ വന്നില്ല, അത് കുഴപ്പമുണ്ടോ? ഇച്ചിരി പോയുള്ളൂ, ഒന്ന് കെട്ടപ്പം പോയി. അപ്പോൾ
ആദ്യം മുതൽ പറയണോ? റാണിയുടെ ആ ഭാഗം റാണിയുടെ ലോഗിൻ ചെയ്ത മുതലല്ലേ? ഇവർക്ക് കൺഫ്യൂഷൻ ആവോ? ഇവർക്ക് ഗയ്സ് റാണിയുടെ പോർഷൻ തൊട്ട് ഒന്നുകൂടെ കട്ടാണ്. കട്ട് 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 കട്ട്. ഇനി ഒന്നുകൂടെ ലൈറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ. സോ ഞാനിവിടെ സെർവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ യൂസർ ഐ ഡി അടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, പാസ്വേഡും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ക്ലയൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെർവറിൻ്റെ ഉള്ളിൽ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ക്ലയൻറ്റ് നമ്പർ. ഇനി ക്ലയൻറ്റ് നമ്പർ എൻ്റെ 300 ആണ്, ഞാനവിടെ കൊടുത്തു. ഞാനിവിടെ യൂസർ ഐ ഡി കൊടുക്കുന്നത് റാണിയ എന്ന് പറയുന്നതാണ്. കാരണം റാണിയ എന്ന് പറയുന്ന യൂസറിൻ്റെ ഐ ഡിയിലാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ യൂസർ ഐ ഡി റാണിയ എന്നും പറഞ്ഞ് കൊടുത്തു. ദെൻ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അതവിടെ സേഫായിട്ട് വെച്ചേക്കുകയാണ്. SAP തന്നെ അവിടെ ഫുൾ ബ്ലാക്ക് ഡോട്ട്സിൽ വന്നേക്കണോ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് വന്നേക്കണത്. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ ഓപ്പണായി കഴിഞ്ഞപ്പോൾ ഇതാണ് ഈസി ആക്സസ് വിൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു വിൻഡോ എന്നാണ് നമ്മുടെ SAPയുടെ ഏത് മൊഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത്. അതായത് SAPയുടെ ഫിനാൻസ് ആണെങ്കിൽ, MM ആണെങ്കിൽ, SD ആണെങ്കിൽ ഈ ഒരു പേജിൽ നിന്നായിരിക്കും നമ്മളെല്ലാം ചെയ്തു പോകുന്നത്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏതാ? SAP ഫിനാൻസ് എന്ന് പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. സോ ഇതാണ് ഈസി ആക്സസ് വിൻഡോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കമ്പനിയുടെ ലോഗോ ഒക്കെ വരും. ഇതാണ് ട്രാൻസാക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. SAPയിൽ ഏത് പേജിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലേക്കോ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ T കോഡ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ പേജിലേക്ക് പോകാൻ പറ്റും. അതായത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ലെഡ്ജറിൻ്റെ പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണ T കോഡ്. ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറിൻ്റെ പേജിലേക്ക് പോകും. ഇപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു പേജിലേക്ക് പോയില്ല. ഇതല്ലാണ്ട് ഞാനിപ്പോൾ ഓരോ പേജ് വഴി ഓപ്പൺ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ടൈം എടുക്കും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ SPRO എന്ന് കൊടുത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. കണ്ടോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. അതിന് പകരം ഞാനിവിടെ ഈ പേജിൽ നിന്ന് ജസ്റ്റ് ആ കോഡ് മാത്രം കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ പേജിലേക്ക് പോകും. സോ ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്ന കുറേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് SAPയിൽ. അതൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇതാണ് ട്രാൻസാക്ഷൻ ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന T കോഡ്സ്, ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കോഡ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കോഡ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു കമ്പനി ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യും. അതായത് എൻ്റെ കമ്പനിയുടെ പേര്, അതായത് എൻ്റെ പേരിലൊരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത് കുറേ ക്ലാസ് ഉണ്ട്, നമുക്ക് ഷോർട്ടാക്കി ഒന്ന് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഓരോന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഓരോ കോഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡായിട്ട് വരുന്നത് OX15 എന്നുള്ളതാണ്. ഓക്കെ. സോ ഈ OX15 കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ ഒരു പേജിലേക്ക് വന്ന് ഈ ഒരു പേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് കമ്പനീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡിഡാസ്, ഡെൽറ്റ, ടാറ്റ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പേരിൽ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എൻട്രി എന്നും പറഞ്ഞൊരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ന്യൂ എൻട്രീസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് പുതിയതായിട്ട് പറഞ്ഞാൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ അവിടെ നമ്മൾ എന്താണോ എൻ്റെ കമ്പനിയുടെ പേര് അത് ഷോർട്ട് നെയിമാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എൻട്രി എന്നും പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ENTRI 5 എന്നും പറഞ്ഞ് കൊടുത്ത്. കാരണം എൻട്രി എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി വേറെ കുറേ പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പനിയുടെ നെയിം ഇവിടെ ഫുൾ നെയിമായിട്ട് കൊടുക്കുക. എൻട്രി ആപ്പ്. കമ്പനിയുടെ സെക്കൻഡ് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. സ്ട്രീറ്റൊക്കെ കൊടുക്കുക. എന്തെങ്കിലും ജസ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞാൽ കൊടുക്കുന്നുള്ളൂ. പോസ്റ്റൽ കോഡൊക്കെ ജസ്റ്റ് റഫായിട്ട് കൊടുക്കാം. സിറ്റി, കൺട്രി കറക്റ്റായിട്ട് കൊടുക്കണം. ഇന്ത്യ. എന്നാലേ നമുക്ക് ലാംഗ്വേജും കറൻസിയും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ട്രാൻസാക്ഷൻസിൻ്റെ സമയത്ത് ഓക്കെ ആയിട്ട് വരുള്ളൂ. ഇതെല്ലാം ഓക്കെ കൊടുത്ത് ജസ്റ്റ് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കവിടെ കമ്പനി ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാനിവിടെ കമ്പനി ക്രിയേറ്റ് ആയി. Ctrl+S കൊടുക്കുക. Ctrl+S കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്യാനായിട്ടുള്ള ബോക്സ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കൊരു മെസ്സേജ് വരണം. കാണാം ഡാറ്റ വാസ് ഓൾറെഡി സേവ്ഡ്. ഞാൻ 2 പ്രാവശ്യം സേവ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ മെസ്സേജ് വന്നത്. സോ ഡാറ്റ വാസ് ഓൾറെഡി സേവ്ഡ് എന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഞാനിവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത്
ഇനി അടുത്തത് ഞാൻ നോക്കേണ്ടത് എന്താ, കമ്പനി കോഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പ് കമ്പനി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി കമ്പനി കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു പാരൻ്റ് ഹെഡായിട്ട് നിൽക്കുന്നതാണ് കമ്പനി. ഇതിൻ്റെ അണ്ടറിൽ സബ് ഡിവിഷനായിട്ട് വന്നതെല്ലാം കമ്പനി കോഡ്സ് ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ തന്നെ കുറേ കമ്പനീസ് വരുന്നില്ല. അതായത് ടാറ്റയുടെ സ്റ്റീല്, ടാറ്റ മോട്ടേഴ്സ്, പിന്നെ അതുപോലെ TCS, ഇങ്ങനെയുള്ളതെല്ലാം ടാറ്റയുടെ അണ്ടറിൽ വരുന്ന കമ്പനി കോഡ്സ് അല്ല. അപ്പോൾ ടാറ്റ എന്ന് പറയുന്നത് കമ്പനിയും ഇതിൻ്റെ അണ്ടറിൽ സെപ്പറേറ്റ് വരുന്നതെല്ലാം കമ്പനി കോഡ്സ് ആയിരിക്കും. മനസ്സിലായോ? സോ ഞാനിവിടെ ടാറ്റ എന്ന് പറയുന്ന ആ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത്, ഇനി ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനി കോഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ കമ്പനി ഇവിടെ വരുന്നത് എൻട്രി ആണ്. സോ ഇനി എൻട്രിയുടെ അണ്ടറിൽ വരുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എൻട്രിയുടെ അടിയിൽ വേറെ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ എൻട്രി എന്ന് തന്നെ പറഞ്ഞാണ് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ളത് /n OX02. OX02 എന്ന് മാത്രമാണ് അതിൻ്റെ T കോഡ്. പക്ഷേ /n ഞാൻ അവിടെ എന്തിനു ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് പേജിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് /n ഇല്ലാണ്ട് ജസ്റ്റ് OX02 മാത്രം കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പോകും. ഓക്കെ, സോ /n കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോകും. പക്ഷേ ഞാനിവിടെ ഫ്രണ്ട് പേജിലല്ലാത്തത് കൊണ്ട് ഞാനിവിടെ /n കൂടി കൂട്ടി OX02 എന്ന് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് പേജിലേക്ക് പോവുള്ളൂ. കണ്ട? അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ അടുത്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഡാറ്റ ഈസ് ലോക്ക്ഡ് ബൈ പ്രീതവ് എന്നും പറഞ്ഞിട്ട്. അതായത് ഞാൻ ഈ കമ്പനി കോഡ് എന്ന് പറഞ്ഞ പേജിലേക്ക് ഓപ്പൺ ചെയ്യണ സമയത്ത്, ഞാൻ ഇപ്പോൾ ഇവിടെ യെസ് കൊടുക്കുകയാണ്, ഓപ്പൺ ചെയ്യണ സമയത്ത് പ്രീതി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഈ പേജിൽ കയറി എന്തോ ചേഞ്ചസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം പേജിൽ, സെയിം സെർവറിൽ, സെയിം ക്ലയൻറ്റിൽ. യൂസർ ID മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിൽ സെയിം സെർവർ, സെയിം ക്ലയൻറ്റിൽ, സെയിം T കോഡിൽ ഓൾറെഡി അയാൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം. കാരണമാണ് എനിക്ക് ഈ ഇഷ്യൂ വന്നത്. 4221 കമ്പനി കോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഏതോ ഒരാൾ ഈ ഇഷ്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണമാണ് എനിക്ക് ആ എറർ വന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം, പക്ഷേ ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം OX02. അപ്പോൾ പിന്നെയും ആ എറർ തന്നെ വന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ /n SM12 നോട്ട് ചെയ്ത് വെച്ചു. /n SM12 പോയി യൂസർ നെയിം കളഞ്ഞ് ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ട പ്രീതവിൻ്റെ ഒരു ലോക്ക് എടുക്കുന്നത്, അത് ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, ആ ലോക്ക് വന്നത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അതൊക്കെ പോയി. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടിയും /n SM12 അല്ലല്ലോ നമ്മൾ ഓപ്പൺ ചെയ്തത് OX02 അല്ലേ. OX02 ഓപ്പൺ ചെയ്തപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ലോക്ക് വന്നില്ല. ആ ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ ന്യൂ എൻട്രീസ് വരില്ലായിരുന്നു. ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ വേറെ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അവിടെ ഓൾറെഡി പ്രീതവ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് എനിക്ക് ആ ഇഷ്യൂ വന്നത്. ഇനി ഞാൻ അവിടെ ചെന്നാൽ ലോക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഇനി എനിക്ക് ആ കുഴപ്പമുണ്ടാവില്ല. എനിക്കിവിടെ ന്യൂ എൻട്രീസ് കൊടുത്ത് പുതിയ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ OX02 ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ന്യൂ എൻട്രീസിൽ ക്ലിക്ക് ചെയ്യുക, കമ്പനി കോഡ് കൊടുക്കണം. കമ്പനി കോഡ് കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ 1 2 3 4 മാക്സിമം 4 ഡിജിറ്റ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കമ്പനി എൻട്രി എന്നും പറഞ്ഞില്ലേ കൊടുത്തേ, അതിൻ്റെ ബേസിൽ ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുക്കുകയാണ്, ENT4 എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സെർവറിൽ തന്നെ വേറൊരാൾ സെയിം പേരിൽ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പേരിൽ ഒരെണ്ണമാണ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ എൻട്രി എന്നും പറഞ്ഞ് ഓൾറെഡി വേറൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എറർ വരും. ഞാനിപ്പോൾ ENT1 എന്നും പറഞ്ഞ് കൊടുക്കാം. ഇവിടെ 4 ഡിജിറ്റാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനവിടെ ENT1 എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് കമ്പനി നെയിം എൻട്രി എന്നും പറഞ്ഞ് കൊടുത്തു. സിറ്റിയൊക്കെ ജസ്റ്റ് കൊടുക്കുക, കൺട്രി IN കൊടുക്കുക, കറൻസി INR, ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ EN. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ട ENT1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ വേറെ ആരോ യൂസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ENT1 എന്നല്ല കൊടുക്കണേ, ENT0 ഉണ്ട്, 1 2 3 4 5 6 7 8 9 വരെ ഉണ്ട്. എല്ലാവരും കുറേ പേര് ഈ സെർവറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ENT എന്നുള്ളത് മാറ്റി, എന്നിട്ട് ENI എന്ന് നോക്കാം. ENI 1 2 5 7 ഉള്ളു. അപ്പോൾ ഞാൻ ENI3 എന്നും പറഞ്ഞ് കൊടുത്ത്. സോ ENI3 ആണ് എൻ്റെ കമ്പനി കോഡായിട്ട് ഇനി വന്നത്. ഞാനതവിടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. സോ നോട്ട് ചെയ്ത് വെച്ച് ഇനി അത് ഒന്നുകൂടിയും സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ എനിക്കവിടെ ഇപ്പോൾ എറർ പോയി. ഒന്നുകൂടി സേവ് ചെയ്യാം.
ഒന്നുകൂടി സേവ് ചെയ്ത സമയത്ത് എനിക്കിവിടെ പുതിയ പേജ് വന്നു. ഈ പുതിയ പേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയറിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൽ ID, ഫോൺ നമ്പർ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. കമ്പനി, എൻട്രി, ദെൻ അഡ്രസ്സൊക്കെ ചോദിക്കും, ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക, പോസ്റ്റൽ കോഡൊക്കെ എന്തെങ്കിലും കൊടുക്കുക. ദെൻ കൺട്രി വന്നിട്ട് IN കൊടുക്കുക. ഇന്ത്യയിൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കേരള സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടുന്ന് ജസ്റ്റ് നമുക്കിവിടെ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ദെൻ എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ അവിടെ കമ്പനി കോഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, ഒരു കമ്പനിയും ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അണ്ടറിലേക്ക് ഒരു കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് എനിക്കും നിങ്ങൾക്കും മനസ്സിലായി, ഈ എൻട്രി എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് ഞാനിവിടെ ENI3 എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. എൻട്രി എന്നും പറഞ്ഞ് ഞാനവിടെ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ താഴെയാണ് ഈ ENI3 എന്നും പറഞ്ഞുള്ളത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷേ സിസ്റ്റത്തിന് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കണം. അതിന് പറയുന്നതാണ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതായത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സാധനം ഇതിൻ്റെ അണ്ടറിലേക്കുള്ളതാണെന്നും പറഞ്ഞ് ഞാൻ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിനും ഒരു T കോഡ് ഉണ്ട്, /OX16 ആണ് ആ T കോഡ്. OX16 കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ ന്യൂ എൻട്രീസ് ഒന്നല്ല ചെയ്യേണ്ടത്, ഇവിടെ പുതിയതൊന്നല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ 2 ഐറ്റംസ് ഇല്ലേ, കമ്പനിയും കമ്പനി കോഡും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ഒരുമിപ്പിച്ച് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ 4222 കമ്പനി കോഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി താഴെ പൊസിഷൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കോഡ് ചോദിക്കും. ഞാൻ അവിടെ കൊടുക്കുകയാണ് ENI3 അല്ലായിരുന്നോ നമ്മുടെ ENI3 എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ENI3 എന്നും പറഞ്ഞുള്ളത് അവിടെ വന്നു. അതിൻ്റെ കമ്പനിയുടെ അവിടെ ഫുൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കണുണ്ട്, അവിടെ കമ്പനി നമുക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുകയാണ്, എൻ്റെ കമ്പനി എന്ന് പറയുന്നത് എൻട്രി 5 എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനവിടെ എൻട്രി 5 എന്നുള്ളത് ഞാനവിടെ കൊടുത്തു. എൻട്രി 5 ആയിരുന്നോ അതോ എൻട്രി 7 ആയിരുന്നോ? എൻട്രി 5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണോ ക്രിയേറ്റ് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നോട്ട് ചെയ്ത് വെക്കാതെ പറഞ്ഞ് ഞാനവിടെ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എൻട്രി 5 ആണ് പറയണേ. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് എൻട്രി 5. അപ്പോൾ ഈ എൻട്രി 5ൻ്റെ അണ്ടറിൽ വന്നതാണ് ഈ എൻട്രി ആപ്പ് ENI3 എന്ന് പറയണത് എന്നുള്ളത് ഞാനിവിടെ അസൈൻ ചെയ്ത് കൊടുത്ത് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത്. മനസ്സിലായോ? ഞാനിവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അത് രണ്ടും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത്. ഇത്രയാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കുറേ കോൺഫിഗറേഷൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് മെയിനായിട്ട് വരുന്ന കോൺഫിഗറേഷനാണ് ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഏരിയ ഇപ്പോൾ ഞാനിവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ കമ്പനിയുടെ ഉള്ളിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ. ഇനി ഏതെങ്കിലും പ്ലേസിൻ്റെ വെച്ചാണ്, ഇപ്പോൾ ആലുവ, പാലക്കാട്, അല്ലെങ്കിൽ എറണാകുളം, തൃശ്ശൂർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പേരാണ് ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. സോ ബിസിനസ് ഏരിയാസ്, ബിസിനസ് എവിടെയൊക്കെ നടക്കുന്നു, സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നു, അതിനുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള T കോഡാണ് OX03. ഓക്കെ, സോ OX03 വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ കുറേ പേര് കണ്ടോ, പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, പർച്ചേസ്, ബിസിനസ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവരുടെ ഒന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂ എൻട്രീസ് കൊടുക്കുകയാണ്. നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എൻട്രീസ് കൊടുക്കാം. ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ബിസിനസ് ഏരിയക്ക് നമ്മൾ കൊടുക്കേണ്ടത് 4 ഡിജിറ്റ് കോഡ്സ് തന്നെയാണ്. അതായത് ENI3 എന്നല്ലായിരുന്നോ നമ്മുടെ കമ്പനി കോഡ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ENI4. ദെൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ENI5 സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അടുത്തത് ENI6 HR ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അടുത്തത് ENI7 മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഞാൻ കൊടുക്കണുള്ളൂ, 4 എണ്ണം.
അപ്പോൾ ഇത്രയും ഒറ്റ പേജിൽ തന്നെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ന്യൂ എൻട്രീസ് കൊടുത്ത് ചെയ്യേണ്ട, എല്ലാം കൂടി ഒരൊറ്റ പേജിൽ തന്നെ ചെയ്യാം. ഇത് എത്ര എണ്ണം ഉണ്ടോ നിങ്ങൾക്ക് അത്രയും താഴേക്ക് പോയി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ എറർ വന്നെന്താ, ആൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് സെയിം കീ ENI 4 എന്നും പറഞ്ഞ് ഓൾറെഡി വേറെ ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ മാറ്റിയിട്ട് ENI 14 എന്നാക്കി. ഒന്നുകൂടി എൻ്റർ അടിച്ച് നോക്കി. ഇനിയും എറർ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കണം. ENI 5 ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ENI 15 എന്നാക്കി ഞാൻ. ഇതും ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനത് 16 എന്നാക്കി. ENI 7 വേറെ ആർക്കും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാനവിടെ സേവ് ആക്കി. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡുകൾ ഓൾറെഡി വേറെ ആരും യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ കോഡുകൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാനവിടെ ENI 1415 എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത്, ഇനി ബിസിനസ് ഏരിയ നമുക്ക് ഇതായിട്ട് അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കമ്പനി കോഡ് ബിസിനസ് ഏരിയ ചെയ്ത്, ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ആണ്. അതായത് ടോളറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ മാക്സിമം എമൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര രൂപ മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ പറയണം, എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യാണ്, അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ വർക്ക് ചെയ്യാണ്. അർജുന് ഇപ്പോൾ കമ്പനിയിൽ 1 ലക്ഷം രൂപ വരെയും ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആൾക്ക് 1 ലക്ഷം രൂപയിൽ അവിടെ ലിമിറ്റ് വരും. അതിൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വേണ്ടിയിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ATM പോയി കഴിഞ്ഞ് പൈസ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ഫുൾ എമൗണ്ട് ആയിട്ട് ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ഒരുമിച്ച് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 10 വെച്ചിട്ടോ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും. അത് അവിടെ ടോളറൻസ് എമൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. സോ ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ SAPയിലും സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടോളറൻസ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ടോളറൻസ് ഫോർ എംപ്ലോയീസ്, ടോളറൻസ് ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, ദെൻ ടോളറൻസ് ഫോർ GL. ടോളറൻസ് ഫോർ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇത് ലിമിറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി വെൻഡേഴ്സിനും കസ്റ്റമേഴ്സിനും ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപ മാക്സിമം ട്രാൻസാക്ഷൻസ് ഒക്കെ പോകാം എന്നൊക്കെ ഉള്ളതാണ്. ദെൻ GL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നോർമലായിട്ട് വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ഇല്ല, അതായത് സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടോളറൻസ് ഫോർ GL എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനവിടെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉള്ള T കോഡാണ്. ആദ്യം തന്നെ /OBA4 പോവാം. ഇതേതാണെന്ന് നമുക്ക് നോക്കാം. ടോളറൻസ് ഫോർ ഗ്രൂപ്പ്, ഇതാണ് ടോളറൻസ് ഫോർ എംപ്ലോയീസിൻ്റെ വന്നത്. ഓക്കെ, സോ ടോളറൻസ് ഫോർ എംപ്ലോയീസിൻ്റെ T കോഡായിട്ട് നമ്മൾ OBA4 എടുക്കുകയാണ്. OBA4 ഓപ്പൺ ചെയ്തിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ന്യൂ എൻട്രീസ് കൊടുക്കുക. ഗ്രൂപ്പ് കൊടുക്കേണ്ട നമ്മുടെ കമ്പനി കോഡാണ് കൊടുക്കേണ്ടത്. എൻ്റെ കമ്പനി കോഡ് ENI 3 അല്ലേ, എൻ്റെ കമ്പനി കോഡ് ENI 3 കൊടുത്തു. ദെൻ എത്ര രൂപ വരെ മാക്സിമം വരാം, 1 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയോ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ. ഞാനിപ്പോൾ റഫായിട്ട് ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ദെൻ ഡിസ്കൗണ്ട് മാക്സിമം എത്ര വരെ വരാം, റവന്യൂ എക്സ്പെൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ അത്രയും കൊടുക്കുന്നില്ല, ജസ്റ്റ് കൺട്രോൾസ് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ അല്ലേ? സോ മാക്സിമം എത്ര എമൗണ്ട് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് കൊടുക്കുക, സേവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എമൗണ്ട്സ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ടോളറൻസ് ഫോർ എംപ്ലോയീസ് OBA4 എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് /OBA3. OBA3 കൊടുത്തതിന് ശേഷം ഞാനിവിടെ സെയിം പോലെ തന്നെ ന്യൂ എൻട്രീസ് കൊടുക്കുക. കമ്പനി കോഡ് ENI 3 കൊടുക്കുക. ENI 3 കൊടുത്തിട്ട് ടോളറൻസ് ഗ്രൂപ്പ് കൊടുക്കേണ്ട, ഗ്രൂപ്പ് ഒരു സ്ഥലത്തും കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ടോളറൻസ് ഫോർ എൻട്രി ആപ്പ് എന്നും പറഞ്ഞ് ഞാനിവിടെ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ടോളറൻസ് ആണെന്നും പറഞ്ഞ് ഞാനവിടെ കൊടുത്ത്. ദെൻ പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ്, ഗെയിനും ലോസും എക്സ്പെൻസ് റവന്യൂ ഒക്കെ എത്ര മാക്സിമം മിനിമം ഒക്കെ വരാമെന്നുള്ളത് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ. ഞാനിപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമല്ലേ പഠിക്കണുള്ളൂ, അതുകൊണ്ട് ഇത് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് അത് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് OBA4 ഉണ്ട്, A3 ഉണ്ട്. ഇനി അടുത്തതാണ് /OBA0. ഓക്കെ, സോ /OBA0 എന്ന് പറയുന്നത് GLൻ്റെ ആണ്, ടോളറൻസ് ഫോർ GLൻ്റെ. സോ ഇതും അതുപോലെ തന്നെ ന്യൂ എൻട്രീസ് കൊടുത്ത് കമ്പനി കോഡ് ENI 3, ഗ്രൂപ്പ് കൊടുക്കണ്ട. ദെൻ ടോളറൻസ് എൻട്രി ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഡെബിറ്റ് പോസിങ്ങും ക്രെഡിറ്റ് പോസിങ്ങും മാക്സിമം എത്ര വരാമെന്നൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്ത്
ടോളറൻസും ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടോളറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് മാക്സിമം എത്ര എമൗണ്ട് ട്രാൻസാക്ഷൻസ് നടക്കാം എന്നുള്ളതാണ് എനിക്കവിടെ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഓൾമോസ്റ്റ് കോൺഫിഗറേഷൻ്റെ കമ്പനി കോഡ്, അസൈനിങ്, ബിസിനസ് ഏരിയ, ടോളറൻസ് 3 പഠിച്ചു. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇത്ര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ചെയ്ത് നോക്കുക. ഇനി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ആണ്. ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SAPയിൽ ഒരു കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് വിസിബിൾ ആവണം, അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഒരു ട്രാൻസാക്ഷൻ്റെ സമയത്ത് ചോദിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഫീൽഡ് സ്റ്റാറ്റസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടോ, എനിക്കിവിടെ പ്രൊഫൈലിൻ്റെ വന്നിട്ടുണ്ട്, യൂസർ മെനു വന്നിട്ടുണ്ട്, ടീ കോഡ് അടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ലോഗ് ഓഫ് ചെയ്യാനായിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്യാനുണ്ട്, സെർച്ച് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണ സമയത്ത് അവിടെ എന്തൊക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണ സാധനമാണ് എന്ത് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനവിടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക /OBC4. ഓപ്പൺ ആവട്ടെ, ലോഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഇതിവിടെ ലോഡായി വന്നിട്ടുണ്ട് ഫീൽഡ് സ്റ്റാറ്റസ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഓൾറെഡി കുറേ പേര് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ചെയ്യേണ്ട വർക്കല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SAP കോമൺ ആയിട്ടൊരു ഫീൽഡ് സ്റ്റാറ്റസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് പൊസിഷനിൽ വന്ന് സെർച്ച്, പൊസിഷൻ എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയാമല്ലോ, സെർച്ച് ചെയ്യാൻ. പൊസിഷനിൽ വന്ന് 0001 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞ SAP അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരെണ്ണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം, പൊസിഷൻ കൊടുത്തിട്ട് 0001 എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഇത് തന്നെ എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, പക്ഷേ അത് വേണ്ട, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതല്ല. നമുക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ കോപ്പി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് കോപ്പിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക. കോപ്പിയുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പുറത്തേക്ക് കോപ്പി ആയിട്ട് വരും. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ഈ കോഡ് മാറ്റി കൊടുക്കാൻ പറയും. അപ്പോൾ ഞാനവിടെ എൻ്റെ കമ്പനി കോഡ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കണ്ടോ ഫീൽഡ് സ്റ്റാറ്റസ് ഫോർ സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞായിരുന്നു, ഞാനവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഫോർ എൻട്രി ആപ്പ് എന്നും പറഞ്ഞാക്കി. ഇപ്പോൾ എൻ്റെ കയ്യിലെ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്തപ്പോൾ ആയില്ല, ഒന്നുകൂടി ജസ്റ്റ് എൻറ്റർ കൊടുത്ത് നോക്കിയാണ്. അപ്പോൾ ENI3 എന്നും പറഞ്ഞ് ഓൾറെഡി വേറെ ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വേണ്ട, ഒന്ന് ENI4 കൊടുത്ത് നോക്കാം. ഓക്കെ, അത് ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ENI4 ആണ് എൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ്, ഓർമ്മ വേണം. ENI4 കൊടുത്തിട്ട് ജസ്റ്റ് കോപ്പി ഓൾ, എല്ലാം കോപ്പി ചെയ്യണോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം കോപ്പി ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, എല്ലാം കോപ്പി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് എല്ലാം കോപ്പി ഓൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്ര എണ്ണം കോപ്പിയായി? 47 എണ്ണമാണ് അവിടെ കോപ്പി ആയേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് 47 എണ്ണം കോപ്പിയായി. ഇനി ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഞാൻ ഒന്നുകൂടി കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ അത് പോയാലോ. ഇനി ഈ 47 എണ്ണം കോപ്പിയായി എന്ന് പറഞ്ഞില്ലേ, ഇത് എന്തൊക്കെയാണ് കോപ്പിയായി എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് കണ്ട ഇതാണ് 47 ഐറ്റംസ് കോപ്പിയായത്. ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ട്രാൻസാക്ഷൻസ് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡൗട്ടാവും. അപ്പോൾ ഇത്രയും ഞാൻ കോപ്പിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ENI4. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി ENI4 എന്ന് പറയുന്നത് എൻ്റെ കമ്പനി കോഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എൻട്രി ആപ്പ് എന്ന് പറയുന്ന ENI3 എന്ന് പറഞ്ഞ കമ്പനി കോഡിലേക്ക് വേണ്ടിയിട്ടാണ് ENI4 എന്ന് പറയുന്നത് ക്രിയേറ്റ് ആക്കിയെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, നമ്മളിതിനെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഈ ഫീൽഡ് സ്റ്റാറ്റസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫീൽഡ് സ്റ്റാറ്റസ് എൻ്റെ കമ്പനിയിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന T കോഡാണ് /OBC5. ഓക്കെ, OBC5 എടുത്ത് നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് പൊസിഷൻ ഉണ്ട്. പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ENI3 കമ്പനി കോഡ് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് കണ്ടോ, നമുക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ENI4 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിക്ക് അവിടെ എന്തായി, ഫീൽഡ് സ്റ്റാറ്റസും ആയില്ലേ. ഇപ്പോൾ ഫീൽഡ് സ്റ്റാറ്റസും ആയി, ബിസിനസ് ഏരിയ ആയി, ടോളറൻസും ആയി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഫീൽഡ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഒരു ഏകദേശം ഐഡിയ കിട്ടില്ല, ഇനി ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തും മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ
SAPയിൽ കോൺഫിഗറേഷൻ ആയിട്ടുള്ള കമ്പനി ക്രിയേഷനും കമ്പനി കോഡും ബിസിനസ് ഏരിയ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റും ടോളറൻസ് ഒക്കെയാണ് നോക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് ആണ്. എന്താണ് ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് എന്നുള്ളത് ആദ്യം പറയാം, അതിന് ശേഷം നമുക്ക് ആ ഒരു പ്രാക്ടിക്കലിലേക്ക് നമുക്ക് പോവാം. ഫിസ്ക്കൽ ഇയർ വേരിയൻറ്റ്, ഈ ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് എന്ന് പറയുന്നത് SAPയിൽ കമ്പനീസ് യൂസ് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ ഇയറിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. നമുക്കറിയാം ഓരോ കൺട്രീസിലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഓരോ ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഏപ്രിൽ ടു മാർച്ചാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. നോർമലി ഒരു കലണ്ടറിൽ ജാനുവരി ടു ഡിസംബർ ആണ് ഒരു ഇയർ വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ്, അത് ഏപ്രിൽ മുതൽ മാർച്ച് വരെ ആയിരിക്കും. അതിപ്പോൾ വേറെ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ചേഞ്ച് വരും. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ജാനുവരി ടു ഡിസംബർ ഒക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏപ്രിൽ ടു മാർച്ച് ആണെന്നുള്ളത് എല്ലാ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് അറിയുന്നതായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും നമ്മുടെ ഒരു ഇയർ ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ കമ്പനീസിൻ്റെ ഒക്കെ, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നത്. സോ ഇത് നമുക്ക് SAPയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് എത്ര മാസം നമ്മൾ വർക്കിംഗ് ആണ്, എത്ര ഡേയ്സ് ഉണ്ട്, ഏത് ലാംഗ്വേജ് ആണ്, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ശരിക്കുമുള്ള കലണ്ടറാണോ ഫോളോ ചെയ്യുന്നത്, എക്സ്ട്രാ എന്തെങ്കിലും മന്തോ പീരീഡോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഇയറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് എന്നും പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മുടെ കമ്പനിയിലേക്ക് അസൈൻ ചെയ്യണം. നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസും കമ്പനി കോഡൊക്കെ നമ്മൾ അസൈൻ ചെയ്ത പോലെ ഫിസ്ക്കൽ ഇയറും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതിൻ്റെ T കോഡായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OB29 ആണ്, /N OB29 ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ /N OB29 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കുറേ പേര് ഏപ്രിൽ ടു മാർച്ച് എന്നും പറഞ്ഞ് കുറേ ഫിനാൻഷ്യൽ ഇയേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ ഇതുപോലെ നമുക്കൊരെണ്ണം വേണം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇതൊരെണ്ണം ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കാൻ എനിക്ക് കുറേ ടൈം എടുക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നമുക്കിപ്പോൾ ഫുൾ ക്ലാസ് ഒന്ന് പറയേണ്ടത് കാരണം ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് എങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാന്നുള്ളത് പറയണേ. ഇനി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ചെയ്താൽ മതി. അതായത് ഫിസിക്കൽ ഇയർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് കോഡായിരിക്കും കൊടുക്കേണ്ടത്. ആ 2 ഡിജിറ്റ് കോഡ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഏത് മന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഏപ്രിൽ ടു മാർച്ച് ആണെങ്കിൽ ഏപ്രിൽ ടു മാർച്ച് എന്ന് കൊടുക്കുക. ഇയർ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് ചോദിക്കും. അതായത് നമ്മുടെ ശരിക്കുമുള്ള കലണ്ടർ പോലെയാണോ, അതായത് കലണ്ടർ ഇയർ ഫോളോ ചെയ്തൊക്കെയാണോ എന്നുള്ളത് ചോദിക്കും. പിന്നെ എത്ര മാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുമ്പോൾ നോർമലി അങ്ങനെ 12 മാസം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് സ്പെഷ്യൽ പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ 12 മാസം അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 13-14 മാസം ഒരു ഇയറിലേക്ക് വേണ്ടി എടുക്കും. അതായത് 1 മുതൽ 12 വരെ, അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഒരു കമ്പനി വർക്ക് ചെയ്ത് എന്നിട്ട് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ റിപ്പോർട്ട്സോ ട്രാൻസാക്ഷനോ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഓഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 മാസം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടുത്തെ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് ഇത്രയും മാസം കൂടി നിങ്ങൾ എടുത്തു, അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് സ്പെഷ്യൽ പീരീഡ്സും കൊടുക്കണേ എന്നുള്ളത് ചോദിക്കും. ഞാനിവിടെ പുതിയതല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാ ഓൾറെഡി ഉള്ള ഒരെണ്ണം എൻ്റെ കമ്പനിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കമ്പനിയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ 1 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ നോക്കിയാണ്. ഇവിടെ പീരീഡ്സും പീരീഡ് ടെക്സ്റ്റും ഷോർട്ട് എൻഡ് ഫിസ്ക്കൽ ഇയർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പീരീഡ് ടെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. കണ്ടോ, പീരീഡ് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഓപ്പൺ ചെയ്ത കാരണം ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഓപ്പൺ ചെയ്ത കാരണം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ന്യൂ എൻട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ എൻട്രീസ് കൊടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ ലാംഗ്വേജ് കൊടുക്കുക. പീരീഡ് 12 മാസമാണ്. പീരീഡ് എന്ന് പറയുന്നത് SAPയിൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസങ്ങളെയാണ്, മന്ത്സ് ആണ്. സോ ഞാനവിടെ 12 മാസം കൊടുത്തു. ടെക്സ്റ്റിൻ്റെ അവിടെ ഏപ്രിൽ ടു മാർച്ച് ഷോർട്ട് ഫോം ആക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ ഏപ്രിൽ ടു മാർച്ച് എന്ന് വലുതാക്കി കൊടുത്തു. ഇതാണ് നമ്മൾ പീരീഡ് ടെക്സ്റ്റിൽ വന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തത് പീരീഡ് ടെക്സ്റ്റ് ആണ്. പീരീഡ് ടെക്സ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പീരീഡ്സ് ഓപ്പൺ ചെയ്യേണ്ടത്. പീരീഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്നേക്കുന്നതുണ്ടോ, 1ാമത്തെ മാസം 31 ദിവസം, പീരീഡ് 10, ഇയർ ഷിഫ്റ്റ് -1 എന്നൊക്കെ പറഞ്ഞു. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ താഴേക്ക് പോണ സമയത്ത് നമുക്ക് 12 മാസത്തിൻ്റെയും നമുക്ക് വരും. ഓക്കെ, സോ ഈ മന്തിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നോർമലായിട്ടുള്ള കലണ്ടർ, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ജാനുവരി എന്ന് പറയുന്നത് 1ാമത്തെ മാസം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ പോയി ഡിസംബർ വരെയും 12 മാസം വരെ നമ്മൾ കൊടുക്കാം. ഏത് കഴിഞ്ഞിട്ട് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ജാനുവരിയിൽ 31 ദിവസമുണ്ട്, ഫെബ്രുവരിയിലാണെന്നുണ്ടെങ്കിൽ 28-29, അതുകൊണ്ടാണ് ഇവിടെ 29 കൊടുത്തേക്കുന്നത്. അങ്ങനെ എത്ര ദിവസങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ
നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് പീരീഡിലും ഇയർ ഷിഫ്റ്റിലുമാണ്. പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാനുവരിയുടെ അവിടെ 10ഉം 1 വന്നേക്കുന്നത് ഏപ്രിലുമാണ്. അതെന്താന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ കമ്പനി ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ച് ആയതുകൊണ്ട് ഏപ്രിൽ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആദ്യത്തെ മാസം. അത് ഓർത്ത് വെച്ചു, ഏപ്രിൽ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മാസമാണ്. അപ്പോൾ ശരിക്കും കലണ്ടറിൽ ഏപ്രിൽ എത്രാമത്തെ മാസമോ? 4ാമത്തെ മാസമല്ലേ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4ാമത്തെ മാസമല്ലേ? അതുകൊണ്ടാണ് ഏപ്രിലിൽ അവിടെ 1, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ പോയി മാർച്ച് വരുമ്പോഴാണ്, മാർച്ച് എന്ന് പറയുന്നത് ശരിക്കും കലണ്ടറിലെ 3ാമത്തെ മാസമാണ്. അതുകൊണ്ടാണ് മാർച്ച് എന്ന് പറയുന്നത് 3ാമത്തേൽ 12 കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അതായത് ജാനുവരി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് 10 ആയിരിക്കും. ഒന്ന് നോക്കിയേ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി എന്ന് പറയുന്നത് 10ാമത്തെ മാസം ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുമ്പോൾ 10ാമത്തെ മാസം ആയതുകൊണ്ട് അവിടെ 10 കൊടുത്തു. ഇനി ഫെബ്രുവരി എന്ന് പറയുന്നത് 11ാമത്തെ മാസം, അതവിടെ ഫെബ്രുവരിക്ക് കൊടുത്ത് 12 മാർച്ച് എന്നും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ പീരീഡ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പോവാം. ഇനി നിങ്ങളുടെ കമ്പനി ഇന്ത്യയിലല്ല വേറെ ഏതെങ്കിലും രാജ്യത്താണ്, അവിടെ കലണ്ടർ പോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പീരീഡിൻ്റെ അവിടെ 1 കൊടുക്കുക, ഫെബ്രുവരി 2 കൊടുക്കുക, ജാനുവരിയുടെ അവിടെ 1 കൊടുക്കുക, ഫെബ്രുവരി 2 അങ്ങനെ നോർമലായിട്ട് ഇവിടെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. പക്ഷേ നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ച് ആയതുകൊണ്ട് ഇതേപോലെ കൊടുക്കണം. ദെൻ ഇവിടെ ഇയർ ഷിഫ്റ്റിൻ്റെ അവിടെ -1 ആദ്യത്തെ 3 എണ്ണത്തിന് മാത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഇയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മൾ ഫോളോ ചെയ്യണം. അതെല്ലാവർക്കും ഓക്കെയാണ്. നമ്മൾ നോർമൽ കലണ്ടർ പോലെയല്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 2025 to 26 എന്ന് പറയുന്ന ഫിസിക്കൽ ഇയറിലാണ്, അതായത് ഫിനാൻഷ്യൽ ഇയറിലാണ്. 2025 to 26 ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ 2025 ഏപ്രിലിൽ തുടങ്ങിയാൽ നമുക്ക് അവസാനിക്കുന്നത് ഏത് ഇയറിലാണ്? 2026 മാർച്ചിലായിരിക്കും നമുക്കത് അവസാനിക്കുക. അപ്പോൾ 2025 വന്നതെല്ലാം ഇവിടെ 0 കിടക്കുന്നത്. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഉള്ളത് എല്ലാത്തിനും 0 കൊടുക്കണം. അവിടെ 2025 വേറെ ഇയറിൽ ഒരു വ്യത്യാസവും ഇല്ല. 2025 തുടങ്ങി 2025 തന്നെയാണ് അത് നിൽക്കുന്നത്. പക്ഷേ 2026 എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു 3 മാസം കയറി വന്നു. നമ്മൾ ഏപ്രിൽ ടു മാർച്ച് 2025-26 അതിനകത്ത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 2025 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2026 വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 3 എണ്ണത്തിന് മാത്രം നമ്മൾ 2026 ആയതുകൊണ്ട് ഇവിടെ -1 കൊടുത്ത്. എന്തുകൊണ്ടാണ് -1 കൊടുത്തത്? ഇവിടെ ബാക്കിയുള്ളതെല്ലാം 2025 ആയപ്പോൾ മറ്റേത് 2026 കിടക്കുന്നത്. അപ്പോൾ ഈ -1, അപ്പോൾ 2026 -1 എന്ന് പറയുമ്പോൾ എത്രയായി? 2025 ആയില്ലേ? 2026 ഒരു ഇയർ കുറച്ച് കഴിഞ്ഞാൽ 2025 അപ്പോൾ 2026 എത്ര ഇയർ മുമ്പിലേക്ക് പോയി അത്രയും ഇയർ നമ്മളിവിടെ മൈനസ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? പ്ലസ് കൊടുത്തതിന് 2026 പോകും. അതുകൊണ്ടാണ് നമ്മളവിടെ -1 എന്ന് കൊടുക്കുന്നത്. ഏപ്രിൽ ടു മാർച്ച്, ജാനുവരി ടു ഡിസംബറിനെ ബേസ് ചെയ്തിട്ട് -1 അവിടെ കൊടുത്തത്. മനസ്സിലായോ? സോ നമുക്ക് ജാനുവരിയും ഫെബ്രുവരിയും ഡിസംബറും അവിടെ 3 മാസം നെക്സ്റ്റ് ഇയറിലേക്ക് വരണം. കാരണം നമുക്ക് സെയിം ഇയറിൽ തന്നെ ഷിഫ്റ്റായി നിൽക്കാൻ വേണ്ടി -1 തന്നെ കൊടുത്ത് ഓക്കെ ആയി. ഇനി ഇവിടെ ഷോർട്ട് എൻഡ് ഫിസിക്കൽ ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് എൻഡ് ഫിസിക്കൽ ഇയർ അല്ല, അതായത് നമുക്ക് 12 മാസവും ഉണ്ട്. നിങ്ങൾക്ക് ഇനി 10 മാസമോ 6 മാസമോ ഒക്കെ നിങ്ങളുടെ കമ്പനി വർക്കിംഗ് ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് ഈ ഷോർട്ട് എൻഡ് ഫിസിക്കൽ ഇയർ കൊടുക്കേണ്ടത്. സോ ഞാനതവിടെ ഷോർട്ട് എൻഡ് ഫിസിക്കൽ ഇയർ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പീരീഡ് ടെക്സ്റ്റും പീരീഡ്സ് മാത്രം കൊടുക്കുക, കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഈ സ്പേസ് 1 എന്നുള്ള ഈ ഫിസിക്കൽ ഇയർ വേരിയൻ്റ് ആണല്ലോ. സോ ഞാനവിടെ ഫിസിക്കൽ ഇയർ വേരിയൻ്റ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ച്. ഇത് നിങ്ങൾ ന്യൂ എൻട്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂ എൻട്രീസ് ചെയ്യുക, ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക, അതിന് പീരീഡ് ടെക്സ്റ്റിൽ പോവുക, ഇതേപോലെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക, ദെൻ പീരീഡ്സിൽ പോവുക. ഇവിടെയും ഇതേപോലെ തന്നെ കറക്റ്റ് ഒരെണ്ണം പോലും തെറ്റരുത്, ഒരു ഡേറ്റ് പോലും മാറിപ്പോകരുത്. ഡേറ്റ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാലും നമുക്കവിടെ എറർ വരും. ദെൻ കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്ത് ബാക്ക് വരാം. ഞാൻ അവിടെ യൂസ് ചെയ്ത സ്പേസ് 1 എന്നുള്ള ഏപ്രിൽ ടു മാർച്ച് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ കമ്പനിയിലേക്ക് ഈ സ്പേസ് 1 അല്ലെങ്കിൽ 1 എന്നുള്ള ഏപ്രിൽ ടു മാർച്ച് ആണ് സെലക്ട് ചെയ്തതെന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായി. ഇത് സിസ്റ്റത്തിനും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയണ പോലെ എന്ത് ചെയ്താൽ മതി? അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അസൈൻ ചെയ്യണ്ടേ? ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തത് ഏതിലാ? OB-C4 സോറി OB-29 ഇനി അസൈൻ ചെയ്യാനായിട്ട് /OB-37 പോവാം. അപ്പോൾ അവിടെ ലോക്ക് വന്ന് കണ്ട പ്രീതവ് എന്ന് പറയുന്ന ആൾ പിന്നെയും അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ലോക്ക് വന്ന്. അങ്ങനെ ലോക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ലോക്ക് വന്നു കഴിഞ്ഞാൽ /NSM12 പോയി നമ്മുടെ യൂസർ നെയിം കളഞ്ഞ് ക്ലൈൻറ്റ് നമ്പർ മാത്രം കൊടുത്തിട്ട് ആ ലോക്ക് വന്നത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഒന്നുകൂടി ഓപ്പൺ ആക്കി നോക്കാം.
ഞാൻ ഒന്നും കൂടി /OB37 ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആ ലോക്ക് പോയി. ഇപ്പോൾ എനിക്കിവിടെ ടൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു. ഇവിടെ കുറേ പേര് കമ്പനിയും ഫിസിക്കൽ ഇയറൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ കമ്പനി പൊസിഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഒരു യെല്ലോ കളറിൽ ഒരു വാണിംഗ് വന്നത്, അതായത് KTR എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിക്ക് അവിടെ ഫിസിക്കൽ ഇയർ ഇല്ല എന്നുള്ളത് യെല്ലോ കളറിലാണ് എറർ വന്നത്. യെല്ലോ കളറിൽ വന്നതിന് എൻ്റെ കമ്പനി അല്ല, അതുകൊണ്ട് ഞാൻ അവിടെ മൈൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് പോയിക്കോളും. ദെൻ കമ്പനി കോഡിൻ്റെ അവിടെ ഞാൻ എൻ്റെ കമ്പനി കോഡായിട്ടുള്ള ENI3 കൊടുത്ത് എൻ്റർ കൊടുക്കാം. ഓക്കെ, കണ്ടോ ENI3 വന്നില്ലേ? ദെൻ ENI3 വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിവിടെ ഫിസിക്കൽ ഇയർ വേരിയൻറ്റിൻ്റെ അവിടെ ഞാൻ നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. ദെൻ Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോഴും പറഞ്ഞു വേറൊരു കമ്പനിയിൽ അവിടെ അതില്ലാന്ന്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് പോയാൽ മതി. എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാൽ അതവിടെ സേവ് ആയിക്കോളും. മനസ്സിലായോ? നമുക്കവിടെ എങ്ങനെയാണോ വന്നത് അതുപോലെ, അതായത് ENI3 എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എനിക്ക് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ഫിസിക്കൽ ഇയർ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത്. ഓക്കെ അല്ലേ? സോ ആ പേസ്റ്റ് ചെയ്ത് കൊടുത്തത് ജസ്റ്റ് Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡാറ്റ സേവ്ഡ് എന്നും പറഞ്ഞു വന്നപ്പോൾ നമ്മളിവിടെ ഫിസിക്കൽ ഇയർ ക്രിയേറ്റ് ചെയ്യാനും എങ്ങനെ ഒരെണ്ണം ഓൾറെഡി ഉള്ളത് നമ്മുടെ കമ്പനിയിലേക്ക് അസൈൻ ചെയ്യാന്നുള്ളത് പഠിച്ച്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിനി ഈ ഫിസിക്കൽ ഇയറിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം. അതായത് ഫിസിക്കൽ ഇയറിൽ നമ്മളിപ്പോൾ എത്ര മാസമാണ് ചെയ്യുന്നത്, ഏപ്രിൽ ടു മാർച്ച് ആണോ അല്ലെങ്കിൽ ജാനുവരി ടു ഡിസംബർ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഇയറിലാണ് ഫോളോ ചെയ്യണതെന്നൊന്നും പറഞ്ഞില്ല. അതായത് 2025-ലാണോ 26-ലാണോ 27-ലാണോ നമ്മൾ ചെയ്യണമെന്നുള്ളതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. സോ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്, PPV എന്ന് പറയും. പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താലാണ് നമ്മൾ ഏത് ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് ആയിട്ടുള്ള അത് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ /OBBP പോവാം, OBBOയിലേക്ക് പോവാം. ഓക്കെ, സോ /OBBO ആണ്, 0 അല്ല O ആണ്. സോ /OBBOയിലേക്ക് പോകുന്നതിന് അപ്പോൾ കുറേ പേര് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ ഒരു കോഡ് കൊടുക്കുക. എൻ്റെ കമ്പനിയുടെ കോഡ് തന്നെയാണ് ഞാൻ കൊടുക്കണത്, ENI3. ദെൻ നെയിമിൻ്റെ അവിടെ പോസ്റ്റിംഗ് പീരീഡ് 4 എൻ്റെ കമ്പനിയുടെ നെയിമായിട്ടുള്ള എൻട്രി എന്നും പറഞ്ഞ് കൊടുത്ത് ദെൻ Ctrl+S കൊടുത്ത് സേവ് ചെയ്ത്. അപ്പോൾ ഇനി മുതൽ എൻ്റെ പോസ്റ്റിംഗ് പീരീഡ് ഏതാ? ENI3 ആണ് അല്ലേ? സോ ഈ ENI3 ആയിരിക്കും എൻ്റെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ്. നമ്മളിപ്പോൾ ജസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് പിന്നെയും ചോദിച്ചില്ല ഏത് ഇയറിലാണ് ചെയ്യണമെന്നുള്ളത്. സോ ആ ഇയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് നേരെ /OBBP പോവാം. ഓക്കെ, OBBP പോയപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ ചോദിച്ചെന്തുന്നാ, അസൈൻ ചെയ്യണം. അസൈൻ ചെയ്താലാണ് നമ്മുടെ കമ്പനിയിലേക്ക് അസൈൻ ചെയ്താലാണ് നമുക്ക് പിന്നെ അത് ഇയർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താൽ മതി, OBBP ഓപ്പൺ ചെയ്തിട്ട് പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി കോഡിൻ്റെ അവിടെ നമ്മുടെ കമ്പനി കോഡായിട്ടുള്ള ENI3 കൊടുക്കുക. എന്നിട്ട് അവിടെ വേരിയൻറ്റിൻ്റെ അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതും ENI3 അല്ലായിരുന്നു, പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് 4 എൻട്രി അവിടെ എഴുതി കാണിക്കും. ദെൻ Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ENI3 എന്ന് പറയുന്ന കമ്പനി കോഡിലേക്ക് നമ്മുടെ പോസ്റ്റിംഗ് പീരീഡും അസൈൻ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ അതിൻ്റെ T കോഡാണ് നോട്ട് എഴുതി വെച്ചോ, /OB52 ഓപ്പൺ ചെയ്യും. കണ്ട /OB52 ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചോദിച്ചത് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചെന്ന് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ക്രിയേറ്റ് ആക്കിയിട്ട് അസൈൻ ചെയ്യാനായിട്ട് വന്നത്. സോ ഞാനവിടെ ENI3 കൊടുത്ത് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ഞാൻ അവിടെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വന്നു. ഈ ഒരു പേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അടുത്തത് ചോദിച്ചേക്കുന്നത് എന്താ, ഇവിടെ നമ്മുടെ അടുത്ത് ഫ്രം അക്കൗണ്ട് ഇയർ ഏതാ, ഇയർ എന്ന് മുതൽ എവിടം വരെയൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല. ഫുൾ ഒരു ബ്ലാങ്ക് ഒരു ഗ്രേ കളറിൽ ലോക്കായിട്ടാണ് കിടക്കുന്നത്. ഇത് പക്ഷേ വേറൊരു ആളുടെ പേരൊന്നും കാണിച്ചില്ല നമുക്ക്. പക്ഷേ ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്, ന്യൂ എൻട്രീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കാരണം കൊണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലോക്കായിട്ടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ്. കണ്ട ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്തായി, എനിക്കിപ്പോൾ അവിടെ വൈറ്റ് കളറിലായി. നേരത്തെ ഒരു ഗ്രേ കളറിൽ ഫുൾ ബ്ലോക്കായി കിടക്കുന്ന പോലെയല്ലായിരുന്നു. സോ ഇപ്പോൾ അവിടെ എനിക്ക് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തപ്പോൾ വന്നു. ഇനി നിങ്ങൾക്ക് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്തിട്ടും വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ /NSM12 പോയിട്ട് നിങ്ങളുടെ ലോക്ക് അവിടെ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ
നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എ എന്നും പറഞ്ഞ അക്കൗണ്ട് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, സെർച്ച് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇയർ ഏത് ടൈപ്പ് അക്കൗണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ്? അസറ്റിന് മാത്രമാണോ, കസ്റ്റമറിനാണോ, വെണ്ടറിനാണോ, മെറ്റീരിയലിനാണോ, ജി എല്ലിനാണോ, കോൺട്രാക്ട് അക്കൗണ്ട്സിനാണോ, ഏത് അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ ഇയർ ആഡ് ചെയ്ത് കൊടുക്കണേന്നുള്ളത് ചോദിക്കും. അത് ഞാൻ പറയും ഓൾ വാലിഡ് ഫോർ ഓൾ അക്കൗണ്ട് ടൈപ്സ്, അതായത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരൊറ്റ ഇയർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും ഫ്രം അക്കൗണ്ടും ടു അക്കൗണ്ടും കൊടുക്കാൻ പറയും. ഞാൻ പറയും ഞാൻ ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട് ലെഡ്ജേഴ്സ് ഒന്നും ക്രിയേറ്റ് ആക്കിയിട്ടില്ല, ക്രിയേറ്റ് ആക്കാൻ പോകണുള്ളൂ. അപ്പോൾ അവിടെ എന്താ, ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ഒന്നും കൊടുക്കാണ്ട് തന്നെ ദെൻ ഫ്രം പീരീഡിൻ്റെ അവിടെ, പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തോന്നാ പീരീഡ് എന്ന് പറഞ്ഞാൽ SAPയിൽ മാസങ്ങളാണ് ചോദിക്കണേ. അതായത് ഫ്രം പീരീഡ് ഒന്നാമത്തെ മാസമായിട്ടുള്ള ഏപ്രിൽ മുതൽ, ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏത് ഇയറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2025 to 2026 ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പീരീഡായിട്ടുള്ള ഏപ്രിൽ 2025 മുതൽ 12ാമത്തെ മാസം, അതായത് ഏപ്രിൽ ടു മാർച്ച്, മാർച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏത് ഇയറിലാണ് വരാം? 2025 ഏപ്രിലാണെന്നുണ്ടെങ്കിൽ മാർച്ച് എന്ന് പറയുമ്പോൾ 2026 വരാം. സോ 2026 കൊടുത്ത്. അപ്പോൾ ഫ്രം പീരീഡും ടു പീരീഡും നമ്മൾ കൊടുത്ത്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നതാണ് ഫ്രം പീരീഡ് ടു പീരീഡ് 2. അതായത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഈ 12 മാസം കൊണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ ആ ഇയറിലെ ട്രാൻസാക്ഷൻസ് മാത്രമല്ല അടുത്ത റിപ്പോർട്ട്സ് ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയും ഞാൻ ഒരു 4 മാസം കൂടി നിങ്ങൾക്ക് കൂടുതൽ തരാം, അല്ലെങ്കിൽ കൂടുതൽ കൊടുത്തേക്കാം, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ 4 മാസം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 മാസം എന്ന് പറഞ്ഞാൽ വെറുതെ 4 കൊടുക്കരുത്, നമ്മളവിടെ കൊടുക്കേണ്ടത് 1 മുതൽ 12ാമത്തെ മാസം വരെ ഓൾറെഡി നമ്മളവിടെ കൊടുത്ത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് 13ാമത്തെ മാസം. 13ാമത്തെ മാസം എന്ന് പറയുമ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിലും 2026 ഏപ്രിലും ദെൻ 2 എന്ന് പറയുമ്പോൾ 4 ആഡ് ചെയ്യണം. അപ്പോൾ 13, 14, 15, 16. അപ്പോൾ 16ഉം 2026 വരെ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെ ഞാൻ അവർക്ക് ടൈം കൊടുക്കേണ്ടത്. 2026 ജൂലൈ വരെ അവർക്കിതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അതിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്ത് ചെയ്ത്, എനിക്ക് എൻ്റെ കമ്പനിയിലേക്കായിട്ടുള്ള ഏപ്രിൽ ടു മാർച്ച് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 2025 തുടങ്ങി മാർച്ച് 2026 തീരും. 4 സ്പെഷ്യൽ പീരീഡ്സും 13ാമത്തെ മാസം 2026 മുതൽ 16ാമത്തെ മാസം 2026 വരെയും ഞാൻ അവിടെ എന്താക്കി ഓപ്പണും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് റിപ്പോർട്ട്സ് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ അവിടെ സേവ് ചെയ്തു. ഇത്രയും ഉള്ളൂ പോസ്റ്റിംഗ് പീരീഡ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഇയർ വേരിയൻറ്റിൽ നമ്മൾ ഇയേഴ്സ് ആഡ് ചെയ്യാനും മാസങ്ങൾ ആഡ് ചെയ്യാനും പോസ്റ്റിംഗ് പീരീഡിൽ നമ്മൾ ഏത് ഇയറിലാണ് ചെയ്യണമെന്നുള്ളത് ചെയ്യാനൊക്കെ പഠിച്ചു ഇല്ലേ. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ അസൈൻ ചെയ്ത കാരണം ഇനി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ കമ്പനിയിലേക്ക് ഇതിപ്പോൾ എഫക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തില്ല, അതായത് ടോളറൻസ്, പിന്നെ അതുപോലെ ഫീൽഡ് സ്റ്റാറ്റസ്, ഫിസിക്കൽ ഇയർ, പോസ്റ്റിംഗ് പീരീഡ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ T കോഡാണ് /OBY6. ഓക്കെ, സോ /OBY6 ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എൻ്റെ കമ്പനി പൊസിഷൻ ചെയ്ത് ENI3 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ കമ്പനി ആയിട്ടുള്ള ENI3 അവിടെ വന്നിട്ടുണ്ട് ഫസ്റ്റത്തെ. അതൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട എൻ്റെ കമ്പനിയിൽ കമ്പനി കോഡ് ഉണ്ട്, കൺട്രി ഉണ്ട്, കറൻസി ഉണ്ട്, ഇതുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഡിസ്ട്രിക്റ്റ് എറണാകുളം വന്നിട്ടുണ്ട്, ലാംഗ്വേജ് വന്നിട്ടുണ്ട്, കമ്പനിയുടെ പേര് എൻട്രി 5 എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്, ഫിസിക്കൽ ഇയർ 1 നമ്മൾ ഇപ്പോൾ കൊടുത്തത്, ദെൻ ഫീൽഡ് സ്റ്റാറ്റസ് ENI4 നമ്മൾ നേരത്തെ കൊടുത്തത്, ദെൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിംഗ് പീരീഡും വന്നിട്ടുണ്ട്. ഇനി നമുക്കവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും അതങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. ഓക്കെ അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ OBY6 ഓപ്പൺ ചെയ്തിട്ട് കമ്പനി കോഡ്, കൺട്രി, കമ്പനി വന്നിട്ടുണ്ടോ, ഫിസിക്കൽ ഇയറും ഫീൽഡ് സ്റ്റാറ്റസ്, പോസ്റ്റിംഗ് പീരീഡ് ഇത്രയും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ അസൈൻ ആയിട്ടില്ല. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് പീരീഡ് ഇവിടെ വന്നിട്ടില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ENI3 എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആയി. ഓക്കെ, സോ നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കി. ഏത് ടോപ്പിക്കായിരുന്നു? ഫിസിക്കൽ ഇയർ വേരിയൻറ്റും അതുപോലെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റും നമ്മൾ കംപ്ലീറ്റ് ആക്കി. സോ നമ്മൾ കോൺഫിഗറേഷനിൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കോൺഫിഗറേഷൻ ഉണ്ട്. ഇനി അടുത്തത് വന്നതാണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു മൊഡ്യൂളാണ്. സോ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ ആ പേര് പോലെ തന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് വരാം. സോ ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷന് മുമ്പ് നമുക്ക് കുറച്ച് കോൺഫിഗറേഷനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസാക്ഷൻ ചെയ്യാൻ. ഒരു ട്രാൻസാക്ഷൻ അവിടെ തന്നു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു 2 ലെഡ്ജർ ഉണ്ടാവും ഇല്ലേ? ആ 2 ലെഡ്ജറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അണ്ടേഴ്സ് വേണം. സോ നമ്മൾ ആദ്യം അണ്ടർ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ട്രാൻസാക്ഷൻ ചെയ്യുക, റിപ്പോർട്ട് എടുക്കുക. ഇത്രയുമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് അണ്ടേഴ്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലിയിലൊക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. പക്ഷേ SAP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഒരു കമ്പനിക്ക് ആവശ്യമായ രീതിയിൽ, ഇപ്പോൾ ഞാനൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെയാണ് ആവശ്യം, എനിക്ക് എൻ്റെ ആവശ്യങ്ങളനുസരിച്ച് എനിക്കത് ചേഞ്ച് ചെയ്യാനും പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് 4 രീതിക്ക് അണ്ടേഴ്സ് മതി. അതായത് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അണ്ടേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് 4 എണ്ണമായിട്ടല്ല വേണ്ടേ. എനിക്കിവിടെ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് SAPയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത് 4 എണ്ണം വെച്ചിട്ടാണ്. അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം വെച്ചിട്ടാണ്. സോ അതെങ്ങനെ നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ്, നോട്ടിൽ എഴുതി വെച്ചോ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ആദ്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ആ പേരിൽ തന്നെ ഉണ്ട്, അക്കൗണ്ട്സിൻ്റെ എല്ലാം ചാർട്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ലെഡ്ജേഴ്സിൻ്റെയും നെയിമും നമ്പറും ട്രാൻസാക്ഷനും എല്ലാം സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലായിരിക്കും ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആയിരിക്കും. ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു 4 ഡിജിറ്റ് കോഡായിരിക്കും. ഈ കോഡിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെല്ലാ ലെഡ്ജേഴ്സും, ഇപ്പോൾ 100, 150, 500 ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിലും ആ കമ്പനീനെ ബേസ് ചെയ്ത് എത്ര ലെഡ്ജേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ അണ്ടറിലായിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കീ കോഡാണ് /NOB13. ഓക്കെ അല്ലേ? സോ /NOB13 ഓപ്പൺ ചെയ്യാനായിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യല്ലേ നമുക്ക് വേണ്ട. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ അവിടെ ഒരു കോഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്പനിയുടെ കോഡ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഡ് വേണമെങ്കിലും കൊടുക്കുക, പക്ഷേ അത് ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ നോട്ട് എഴുതി വെക്കണം. ഞാൻ ഇവിടെ എഴുതി വെക്കാം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ എൻട്രി. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ എൻട്രി എന്നും പറഞ്ഞ് ഞാനിവിടെ കൊടുത്ത്. ഇനി ഇവിടെ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. ലാംഗ്വേജിൻ്റെ അവിടെ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലെങ്ത് ഓഫ് GL അവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ ബേസിലാണ്. ഇപ്പോൾ 1, 2, 3 അങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്യണം. അപ്പോൾ ആ നമ്പറിൻ്റെ ലെങ്ത് എന്തോരം വേണമെന്ന് ഞാനിപ്പോൾ ഒരു 06 വരെ കൊടുക്കണം. എനിക്ക് 6 അക്കങ്ങൾ വരെ മതി. അത് 10 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടെ ബാക്കിയുള്ളത് കൺട്രോളിങ് ഇൻറ്റഗ്രേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക്ഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ബ്ലോക്ക്ഡ് ഒന്നും കൊടുക്കരുത്. ഇത്രയും മാത്രം കൊടുത്തിട്ട് സേവ് ചെയ്യാം. ദെൻ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്ത് ഞാനിവിടെ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഇപ്പോൾ ക്രിയേറ്റ് ആക്കി. ഇനി ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഉള്ളിൽ ഇത് മാത്രം മതിയോ? ഇല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഞാനിവിടെ /NOB62 എന്ന് പറയുന്ന T കോഡിൽ പോയിട്ട് എൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കമ്പനി കോഡായിട്ട് അസൈൻ ചെയ്യണം. ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ SAPക്ക് മനസ്സിലാവണം, ഈ സോഫ്റ്റ്വെയറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് OB62ലേക്ക് വന്ന് പൊസിഷൻ ചെയ്ത് എൻ്റെ കമ്പനി ഓപ്പൺ ചെയ്ത് കമ്പനി കോഡ് ഓപ്പൺ ചെയ്ത് അവിടെ കണ്ട ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫുൾ ബ്ലാങ്ക് ആയി കിടക്കുന്നത്, അവിടെ എൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ കോഡായിട്ടുള്ള ENI3 കൊടുക്കുക. ജസ്റ്റ് സേവ് ചെയ്യുക, അസൈൻ ചെയ്യുക. പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ അത് നമ്മൾ നമ്മുടെ കമ്പനി കോഡിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്താലേ അത് തമ്മിലൊരു സിങ്ക് ഉണ്ടാവുള്ളൂ, അത് തമ്മിൽ വർക്ക് ആവുള്ളൂ. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അസൈനും ചെയ്ത് കൊടുത്ത് ഇനിയാണ് ഇതിൻ്റെ അണ്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഇതിൻ്റെ അണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് /NOBD4. ഓക്കെ, സോ /NOBD4 എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് ഇനി ഇവിടെ കണ്ട കുറേ പേര് അസറ്റ് അക്കൗണ്ട്, കറണ്ട് ലയബിലിറ്റി, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നമ്പർ കൊടുത്ത് ഇതേപോലെ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ എൻട്രീസ് കൊടുക്കാം. ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, അക്കൗണ്ട് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്, നെയിം ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട്. നമുക്ക് ആദ്യം തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇട്ട് തുടങ്ങാം. നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഏതാ? ENI3 അല്ലേ? അത് കൊടുക്കുക, അതിൽ ഡൗട്ട് ഇല്ലാല. ഇനി അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഏത് അണ്ടറാണോ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെ ഷോർട്ടായിട്ടുള്ള നെയിം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ആണ്. അപ്പോൾ അസറ്റിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു നെയിം ഞാൻ
ASST എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ദെൻ ലോങ് ആയിട്ടുള്ള നെയിം അസറ്റ് അക്കൗണ്ട് കൊടുത്ത്. ഇനി അസറ്റിന് വേണ്ടി നമ്മളൊരു നമ്പർ റേഞ്ച് കൊടുക്കണം. നമുക്ക് 6 ഡിജിറ്റ് വരെ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ 6 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 0 to ഇപ്പോൾ എത്ര ഡിജിറ്റായി? 1 2 3 4 5 6 കണ്ടോ. 1 മുതൽ 10,000 വരെയാണ് ഞാൻ അവിടെ കൊടുത്തേക്കണത്. എനിക്ക് അത്രയൊന്നും ആവശ്യമില്ല. ഞാൻ 1 മുതൽ 1 ലക്ഷം വരെയാണ് കൊടുത്തത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ 1 മുതൽ 1000 വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ 1000 അസറ്റ് അക്കൗണ്ട്സ് എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ 10,000 കൊടുക്കണമെന്നുണ്ടെങ്കിൽ 10,000 അസറ്റ് അക്കൗണ്ട് എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 10,000 ഒന്നും ചെയ്യാൻ പോകുന്നില്ല. 1000 തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ 100 ചെയ്യുള്ളൂ. സോ ഞാനവിടെ അസറ്റ് അക്കൗണ്ടിൽ 1000 0 to 1000 കൊടുത്ത്. ഓക്കെ, അപ്പോൾ അസറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്പർ റേഞ്ച് കൊടുത്താൽ പിന്നെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 1000 വരെ ഉള്ളതായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്നല്ലെങ്കിൽ 1 കൊടുക്കാം. ഓക്കെ, 1 കൊടുത്താൽ മതി. 1 മുതൽ 1000 വരെ, അതായത് 1 എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രിയേറ്റ് ചെയ്താൽ 2 എന്ന് പറഞ്ഞാൽ ബാങ്ക്, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് 1000 വരെ അസറ്റ്സ് 1000 അസറ്റ്സ് എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ അടിയിൽ പിന്നെയും ചാർട്ട് ഓഫ് അക്കൗണ്ട് കൊടുത്താൽ അസറ്റ് ക്രിയേറ്റ് ആക്കി. ഇനി അടുത്തത് ഏതാ? ലയബിലിറ്റി അല്ലേ. സോ ഞാനവിടെ ലയബിലിറ്റിയുടെ ഷോർട്ട് നെയിമായിട്ട് കൊടുത്ത്, ഒരു മിനിറ്റ്, ലയബിലിറ്റിയുടെ ഷോർട്ട് നെയിമായിട്ട് LIAB എന്നും പറഞ്ഞ് കൊടുത്ത് ദെൻ ലയബിലിറ്റി അക്കൗണ്ട് എന്നും പറഞ്ഞ് കൊടുക്കുക. ഇവിടെ ഓൾറെഡി നമ്മൾ 1 മുതൽ 1000 വരെയും അസറ്റിന് യൂസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് ഏത് കൊടുക്കുക? 1001 മുതൽ 2000 വരെയും അസറ്റിന്. അപ്പോൾ ഇവിടെ നമുക്ക് 1000 നമ്പേഴ്സ് കിട്ടിയില്ലേ? 1000 നമ്പേഴ്സ് ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്തത് ENI 3 എന്നും പറഞ്ഞ് തന്നെ കൊടുക്കുക. ചാർട്ട് ഓഫ് അക്കൗണ്ട് എല്ലാത്തിലും സെയിം അല്ലേ. ഇനി അടുത്തത് എക്സ്പെൻസ് EXP എന്നും പറഞ്ഞ് കൊടുത്ത് ദെൻ എക്സ്പെൻസ് അക്കൗണ്ട്. അതിന് വേണ്ടിയിട്ട് 2001 മുതൽ 3000 വരെ സെയിം നമ്പർ തന്നെ ഒരു സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് വരരുത്. അതായത് ഇപ്പോൾ നീ നമ്മൾ ഇവിടെ 2000 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്തതിൽ 2000 തന്നെ കൊടുക്കരുത്, 2001 കൊടുക്കുക. ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യരുത്. ഇവിടെ 1001 മുതൽ 2000 വരെ കൊടുത്തിട്ട് ഇവിടെ 1500 to 1800 കൊടുത്തതിന് എറർ വരും. ഇവിടെ യൂസ് ചെയ്യാത്ത നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ENI 3 കൊടുക്കുക, ഇൻകം കൊടുക്കുക, ദെൻ ഇൻകം അക്കൗണ്ട് എന്നും പറഞ്ഞ് കൊടുത്ത് 3001 to 4000 കൊടുക്കാം. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള 4 നമ്മൾ ക്രിയേറ്റ് ആക്കിയില്ല. അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ഇത്രയും കൊടുത്ത് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യുക. എനിക്കിപ്പോൾ ഈ 4 മതി, അതുകൊണ്ട് ഞാനിവിടെ 4 ക്രിയേറ്റ് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അസറ്റ് എന്നോ ഫിക്സ്ഡ് അസറ്റ് എന്നൊക്കെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് അസറ്റ് കൊടുക്കുക, ഇവിടെ ഫിക്സ്ഡ് അസറ്റ്, ദെൻ ഇവിടെ ലോങ് ടൈം ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതേപോലെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ എൻ്റെ ഇത് ഞാനിവിടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം. നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്നതാണ്. ഓക്കെ അല്ലേ. ദെൻ ഇനി നമുക്ക് ആവശ്യം വരുന്ന അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. റീറ്റെയിൻഡ് ഏണിങ്സ് എന്നാണ് അതിനെ പറയാം. ഈ റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്. ആ പൈസ നമ്മൾ വെറുതെ എടുത്ത് കളയോ? ഇല്ല, നമ്മളത് അടുത്ത ഇയറിലേക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കും. 1 ലക്ഷം രൂപ എൻ്റെ കമ്പനിയിൽ എനിക്ക് ബാലൻസ് വന്നു, ആ 1 ലക്ഷം രൂപ എംപ്ലോയീസിനും മുതലാളിക്കൊക്കെ കൊടുത്ത് തീർക്കും. ഇല്ല, അത് നമ്മൾ അടുത്ത ഇയറിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ അക്കൗണ്ടാണ് റീറ്റെയിൻഡ് ഏണിങ്സ്. അത് നമ്മൾ P&L ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യണത്. സോ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ /NOB53 ഓപ്പൺ ചെയ്യാം. /NOB53 ഓപ്പൺ ചെയ്യുമ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ ഒരു മിനിറ്റ്, ഓക്കെ, എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കവിടെ P&L സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്പറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ P&L സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തല്ല കൊടുക്കേണ്ടത്, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് റീറ്റെയിൻഡ് ഏണിങ്സ് RE എന്നും പറഞ്ഞ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ നമ്മളവിടെ കൊടുക്കേണ്ടത്, നമ്മളവിടെ കൊടുക്കാത്ത നേരത്തെ നമ്മൾ ഏതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ നമ്മളിവിടെ 1 മുതൽ 4000 വരെയാണ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ 4001 5000 എന്തെങ്കിലും കൊടുക്കണം. അവിടെ 5000 കൊടുക്കുകയാണ്. അവിടെ ഒന്ന് യൂസ് ചെയ്യാത്തൊരു നമ്പർ വേണം കൊടുക്കാൻ. നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യെല്ലോ കളറിൽ എറർ വന്ന്, യെല്ലോ കളറിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും. സോ നമ്മളിവിടെ റീറ്റെയിൻഡ് ഏണിങ്സും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി ഈ റീറ്റെയിൻഡ് ഏണിങ്സും അണ്ടേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്.
ഈ നമ്പർ റേഞ്ച് നമ്മൾ അണ്ടേഴ്സിന് കൊടുത്ത പോലെ തന്നെ ലെഡ്ജേഴ്സിന് കൊടുത്ത പോലെ തന്നെ ട്രാൻസാക്ഷന് ജേർണൽസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ റേഞ്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത്. ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്പർ വരുമെന്ന് പറഞ്ഞു. അതായത് ക്യാഷ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 1 വരും, ബാങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 വരും, പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു നമ്പർ വരും, സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു നമ്പർ വരും, ഇങ്ങനെ ഓരോ നമ്പേഴ്സ് വരും. ഇതേപോലെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യൂലേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ഇങ്ങനെയൊക്കെ വരില്ല. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ നമ്പേഴ്സ് വരണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അത് നമ്പർ 1 എന്നും പറഞ്ഞ് വരും, അടുത്തൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 2 എന്നും പറഞ്ഞ് വരും. അങ്ങനെ അതിനും വേണ്ടിയിട്ട് ഒരു നമ്പർ റേഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ /OB A സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ വരും. ഈ ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് /FBN1 എന്ന് പറയുന്ന T കോഡ്. /FBN1 എന്ന് പറയുന്ന T കോഡിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്, ENI3 കൊടുത്ത് ജസ്റ്റ് നടക്കാത്ത ചേഞ്ച് ഇൻ്റർവെൽ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്പർ റേഞ്ചസ് ഒന്നുമില്ല, നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 01 ഇയർ 2026 ഫ്രം നമ്പർ 1 to 10,000 അല്ലെങ്കിൽ 1 lakh എത്രയാണോ നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതൊരെണ്ണം ക്രിയേറ്റ് അല്ല ചെയ്യുക. ഓൾറെഡി SAPയിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഞാനിപ്പോൾ ഒരു സെർച്ച് ബോക്സിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 001 എന്ന് പറഞ്ഞ ഒരെണ്ണം കിടക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ കുറേ നമ്പർ റേഞ്ചസ് ഇവിടെ വന്നേക്കുന്നത് 1 മുതൽ 20, 51, പിന്നെ കുറച്ച് ലെറ്റേഴ്സുള്ള നമ്പർ റേഞ്ചസും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാനുവലി ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യണതിന് പകരം ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു 0001 എന്ന് പറയുന്ന നമ്പർ റേഞ്ച് എൻ്റെ കമ്പനിയിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരു സാധനത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അതൊന്ന് ജസ്റ്റ് സെർച്ച് ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിൽ കോപ്പി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. കോപ്പി ഫ്രം 001 ടു എൻ്റെ കമ്പനി കോഡായിട്ടുള്ള ENI3 ഫ്രം ടു ENI3 കൊടുക്കാം. മനസ്സിലായോ? ഫ്രം ത്രൂ ENI3 കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ENI3 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ഒന്നും ഇല്ലാണ്ടിരുന്നോടത്ത് ഇപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. 001 ഇയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു മാക്സിമം ലിമിറ്റാണ് കൊടുത്തേക്കണം. അതായത് 2026 കൊടുത്തതിന് ഈ ഇയർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 999 എന്ന് കൊടുത്തേക്കണ കാരണം നമുക്ക് എത്ര ഇയർ വേണമെന്നുണ്ടെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുക. കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതവിടെ ഓക്കെ ആയി. ഇനി നിങ്ങളിവിടെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഡിസ്പ്ലേ ഇൻ്റർവെൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. ചേഞ്ച് ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയത് ആഡ് ചെയ്യാനും ഓൾറെഡി ഉള്ളത് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇവിടെ പിന്നെ അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ റേഞ്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്പർ റേഞ്ചസും എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്പർ റേഞ്ച് സ്റ്റാറ്റസ് എത്ര ട്രാൻസാക്ഷൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്പർ റേഞ്ചിൻ്റെ ഇത് വരുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത്, ഇപ്പോൾ ലാസ്റ്റ് നോക്കിയത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അണ്ടേഴ്സ് എല്ലാം ക്രിയേറ്റ് ആക്കി. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഏതാ? ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ചും ചെയ്ത് ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ SAPയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ലെഡ്ജർ ക്രിയേഷൻ. നമുക്ക് കമ്പനികളിൽ ചിലപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി കുറേ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനിവിടെ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള T കോഡാണ് FS00. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന T കോഡാണ് FS00. അപ്പോൾ ഇത് വേറൊരു പേജിൽ ഓപ്പൺ ആയി നിൽക്കുന്ന കാരണം ഞാൻ /നും കൂടി /FS00 കൊടുത്ത് ഓപ്പൺ ആക്കി. ഇത് കണ്ടോ, വേറെ ഏതോ ഒരു കമ്പനിയുടെയാണ് ER1 എന്നും പറഞ്ഞുള്ള. അവരൊക്കെ ഓരോന്നിൻ്റെ അണ്ടറിൽ, അസറ്റിൻ്റെ അണ്ടറിലും എക്സ്പെൻസിൻ്റെ അണ്ടറിലും ഇൻകത്തിൻ്റെ അണ്ടറിലൊക്കെ ഓരോന്ന് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കണം. കണ്ടോ, ഇതേപോലെ നമുക്കും ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നതാണ്, ഇത് വേറെ ആരുടെയോ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് മാറ്റിയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിന് മുമ്പ് ഈ ഒരു പേജിനെ കുറിച്ച് ഞാനൊരു ഐഡിയ തരാം.
ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ലെഡ്ജേഴ്സ് എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മോറിൽ പോവുക, സെറ്റിങ്സിൽ ഹൈറാർക്കി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്താലും ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫൈൻഡ്, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ, സെർച്ച് ചെയ്യാൻ, പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസ്പ്ലേയുടെ ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള ലെഡ്ജർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓൾറെഡി ഉള്ള ലെഡ്ജറിനെ പോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാൻ കോപ്പി ഓപ്ഷൻ ഉണ്ട്. ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് നാളത്തേക്ക് എനിക്കിപ്പോൾ ഈ ബാങ്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്, ഈ ബാങ്ക് അക്കൗണ്ട് എനിക്ക് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാണ്ട് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എൻ്റെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഈ ലെഡ്ജർ വെച്ച് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അത് ബ്ലോക്ക് ആവും. പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചേഞ്ച് കമ്പനി കോഡ് കണ്ട ഇവിടെ AER1 എന്ന് പറയണ വേറൊരാളുടെ കമ്പനി കോഡ്, അത് മാറ്റിയിട്ട് എൻ്റെ കമ്പനി കോഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് എൻ്റർ കൊടുത്തതിന് അപ്പോൾ ഇവിടെ പറയും നീ ഇതിൻ്റെ അകത്ത് ഒരു ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങ് മാറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണിക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ ശരി, ഞാൻ അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് മാറ്റിക്കോളാം. പിന്നെ ഇവിടെ ഉള്ളത് റീഫ്രഷ് അപ്ഡേറ്റ് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ റൈറ്റ് സൈഡിലുള്ളത് ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു അണ്ടേഴ്സ് നോക്കി വെക്കാം. അതായത് എൻ്റെ കമ്പനിയിൽ ഞാൻ കൊടുത്തേക്കുന്നത് അസറ്റിന് 1 മുതൽ 1000 വരെയും, എക്സ്പെൻസിന് 2001 മുതൽ 3000 വരെയും, ഇൻകത്തിന് 3001 മുതൽ 4000 വരെയും, ലയബിലിറ്റിക്ക് 1001 മുതൽ 2000 വരെ, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എപ്പോഴും വേണം. ആദ്യം തന്നെ ഒരു ലെഡ്ജർ നിൻ്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് തരയണം. ആ ലെഡ്ജറിൻ്റെ പേര് ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഈ ക്യാഷിൻ്റെ അണ്ടർ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ക്യാഷിൻ്റെ അണ്ടർ ഏതായിരിക്കും? അസറ്റ് അല്ലേ. സോ അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അസറ്റിന് കൊടുത്തേക്കണ നമ്പർ ഏതാ? 1 മുതൽ 1000 വരെ. ഈ 1 മുതൽ 1000 വരെ ഉള്ള ഏത് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റിന് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരെണ്ണത്തിന് 100 കൊടുത്ത്, അടുത്തതിന് 300 കൊടുത്ത്, പിന്നെ 350 കൊടുത്ത്, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് പോകുന്നതിന് പകരം ഞാനിവിടെ ഓർഡറായിട്ട് തന്നെ പോവാണ്. 1 2 3 4 എന്നുള്ള ഓർഡറിൽ തന്നെ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനുമ്പോൾ അപ്പോൾ നമ്മുടെ ചോദിക്കും അക്കൗണ്ട് നമ്പർ ചോദിക്കും. നമ്പറിന് 1ാമത്തെ അക്കൗണ്ട്, കമ്പനി കോഡ് ഇവിടെ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ആരുടെ കമ്പനിയിൽ പോയിട്ട് ക്രിയേറ്റ് ആവും. എന്നിട്ട് എൻ്റെ കമ്പനി കോഡ് കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ട എൻ്റെ കമ്പനിയുടെ പേരായി ഇവിടെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴും മാറിയിട്ടില്ല, അത് നോക്കണ്ട. GLൻ്റെ അവിടെ 1 എന്നും പറഞ്ഞു വന്ന് ഇവിടെ എൻട്രി ആപ്പെന്നും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കണം അക്കൗണ്ട് ഗ്രൂപ്പ് ഏതാണെന്ന്. അക്കൗണ്ട് ഗ്രൂപ്പ് ഏതാ? അസറ്റാണോ, ഇൻകം ആണോ, ലയബിലിറ്റി ആണോ? അസറ്റാണ്. ഞാൻ അസറ്റ് കൊടുത്ത്. ഇനി നിങ്ങളിവിടെ 1 കൊടുത്തിട്ട് അറിയാണ്ട് എക്സ്പെൻസ് കൊടുത്തതിന് ഇവിടെ എറർ കാണിക്കും. കണ്ട എക്സ്പെൻസ് എന്നുള്ളത് 2001 മുതൽ 3000 വരെയാണ്. നീ എന്തിനാ പിന്നെ ആ എക്സ്പെൻസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണേ എന്നുള്ളത് ചോദിക്കണേ. അപ്പോൾ ഞാൻ അവിടെ എന്ത് കൊടുക്കണം? നേരെ അസറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഈ ഒരു നമ്പർ എന്ന് പറയുന്ന അസറ്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട അവിടെ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടാലും നമ്മൾ തെറ്റിച്ചാലും SAP അത് വിടൂല, അവർ നമുക്കവിടെ കാണിച്ചു തരും. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നതാണ് ഈ അസറ്റ് എന്ന് പറയുന്നത് P&Lലേക്കാണോ ബാലൻസ് ഷീറ്റിലേക്കാണോ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അസറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഷോർട്ട് ടെക്സ്റ്റിൻ്റെ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലെഡ്ജറിൻ്റെ പേര് കൊടുക്കുക, ക്യാഷ് അക്കൗണ്ട്. ദെൻ ലോങ് ടെക്സ്റ്റിൻ്റെ അവിടെ വലുതാക്കി എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ക്യാഷ് അക്കൗണ്ട് തന്നെ കൊടുത്ത് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് ഫസ്റ്റത്തെ ഓപ്ഷനിൽ. ഇനി രണ്ടാമത്തേൽ കൺട്രോൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നപ്പോൾ കറൻസി ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ലെഡ്ജറിൻ്റെ കറൻസി എന്ന് പറയുന്നത് INR തന്നെ അല്ലേ. ഞാൻ പറഞ്ഞു INR തന്നെയാണ്, ഞാൻ ഇന്ത്യയിൽ തന്നെയാണ്. ദെൻ ബാലൻസ് ലോക്കൽ കറൻസി കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബാലൻസ് ലോക്കൽ കറൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് ബാലൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ INR വെച്ച് തന്നെ വരാൻ വേണ്ടിയിട്ട് അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ടാക്സിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ നോക്കണ്ട. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നതാണ് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ക്യാഷിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ റിപ്പോർട്ട് വരാൻ വേണ്ടി ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്ത് കൊടുക്കണം. സോർട്ട് കീ ചോദിച്ചിട്ടുണ്ട്. എന്താണ് സോർട്ട് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ട്രാൻസാക്ഷൻസിനെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ കുറേ ഡാറ്റ വന്നിട്ട് അതിനിപ്പോൾ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ പറയും. അതായത് ചിലപ്പോൾ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാവാം, ചിലപ്പോൾ ആൽഫബറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാവും. അതായത് A ആദ്യം വരും, B രണ്ടാമത് വരും, C ഇത് വരും, അല്ലെങ്കിൽ വലുതിന്ന് ചെറുതിലേക്കോ ചെറുതിന്ന് വലുതിലേക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മുടെ അത് ചോദിക്കണം എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് സെർച്ച് ബോക്സിൽ നിന്ന് എടുത്ത് നോക്കാം. ഞാൻ സെർച്ച് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഡേറ്റിൻ്റെ ഇതിലുണ്ട്, അലോക്കേഷൻ നമ്പറിൻ്റെ, ബ്രാഞ്ചിൻ്റെ, അങ്ങനെ എമൗണ്ടിൻ്റെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ് എനിക്ക് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്താൽ മതി. അതായത് പുതിയതായിട്ട് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും ആദ്യം വന്ന് കിടക്കും, പഴയതെല്ലാം താഴേക്ക് പോകും. അങ്ങനെ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷനോടെ
001 കൊടുത്തത്. ദെൻ ഞാനിവിടെ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്, നമ്മൾ ഓൾറെഡി ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റ് നമ്മൾ അവിടെ ചെയ്തിട്ടില്ലേ, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ക്യാഷിന് ആവശ്യമായിട്ടുള്ള ഫീൽഡ് സ്റ്റാറ്റസ് സെർച്ച് ബോക്സിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാഷ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു അക്കൗണ്ട് അല്ലേ, സോ അതുകൊണ്ട് ജനറൽ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് Ctrl+S കൊടുത്ത് സേവ് ചെയ്ത്. ഓക്കെ, എന്നിട്ടും ഇപ്പുറത്ത് ഇവിടെ മറ്റേ ആരുടെയോ അക്കൗണ്ടാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ എൻ്റെ കമ്പനി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, അവിടെ അക്കൗണ്ട് ഒന്നുമില്ല, നീ പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ആക്കില്ല, ഇനി ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ENI3 കൊടുത്ത് എൻട്രി കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ട അസറ്റിൻ്റെ അണ്ടറിൽ ആരോ മാർക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് മാത്രം വന്നു. ഇതേപോലെ നിങ്ങൾ എല്ലാ ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ക്യാഷ്, ബാങ്ക്, സാലറി, റെൻറ്റ്, പർച്ചേസ്, സെയിൽസ്, പിന്നെ എന്തൊക്കെയാണ് വരാം, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി, വേജസ്, ഇങ്ങനത്തെ കുറേ ലെഡ്ജേഴ്സ് വരും. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒരു 2 എണ്ണം കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ അസറ്റിൻ്റെ അണ്ടറിൽ ഞാൻ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ലയബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് പറഞ്ഞേ ഏതായിരിക്കും, ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്യാപിറ്റലിൻ്റെ അണ്ടർ വന്നത് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു. ലയബിലിറ്റിയുടെ നമ്പർ എത്രയാണ്, 1001 to 2000. അപ്പോൾ നമ്പർ ഇവിടെ ചോദിക്കണ സമയത്ത് ഞാനവിടെ 1001ൻ്റെയോ 2000ൻ്റെയോ ഇടയിലുള്ളത് കൊടുക്കാം. ഞാൻ അവിടെ 1001 കൊടുക്കണം. 1001 കൊടുത്തിട്ട് ജസ്റ്റ് എൻട്രി കൊടുക്കുക. എൻട്രി കൊടുത്തിട്ട് ടൈപ്പ് ഓർ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അക്കൗണ്ട് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അണ്ടറാണ് ചോദിക്കണേ. ക്യാപിറ്റലിൻ്റെ അണ്ടർ ഏതായിട്ട് വരാം, ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റി തന്നെ കൊടുക്കണം. മാറ്റി കൊടുത്തതിന് അവിടെ എറർ വരും, കണ്ട ഇൻകം കൊടുത്തതിന് എറർ വരും. ദെൻ ലയബിലിറ്റി കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P&L അക്കൗണ്ട് ആണോ ബാലൻസ് ഷീറ്റ് ആണോ എന്നുള്ളത്. ഏതാ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ബാലൻസ് ഷീറ്റാണ് വരാം. സോ അവിടെ ബാലൻസ് ഷീറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിനി ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജറിൻ്റെ പേര്. ഞാൻ അവിടെ ക്യാപിറ്റൽ ലോങ് ടെക്സ്റ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പറഞ്ഞ് പേരും കൊടുത്ത് ദെൻ കൺട്രോൾ ഡാറ്റയിൽ വന്നിട്ട് കറൻസി INR, ബാലൻസ് ലോക്കൽ കറൻസി നേരത്തെ ചെയ്ത പോലെ തന്നെ, ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ, ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ 001 കൊടുക്കുക. ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ ഫീൽഡ് സ്റ്റാറ്റസ് ജനറൽ ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ G001 കൊടുക്കുക. Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ലയബിലിറ്റിയുടെ അണ്ടറിൽ ക്യാപിറ്റലും വന്നില്ലേ. ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരട്ടെ. ഒരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു എക്സ്പെൻസിൻ്റെ പേര് പറഞ്ഞേ, സാലറി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സാലറി എക്സ്പെൻസാണ്. എക്സ്പെൻസിൻ്റെ നമ്പർ റേഞ്ച് എന്ന് പറയുന്നത് 2001 മുതൽ 3000 വരെയാണ്. അപ്പോൾ 2001 കൊടുത്ത് എൻട്രി കൊടുത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്താലാണ്ട് റൈറ്റ് സൈഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ദെൻ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് P&L വരാം. അപ്പോൾ P&L തന്നെ കൊടുക്കുക. ദെൻ ഇവിടെ സാലറി, ദെൻ സാലറി പെയ്ഡ് അക്കൗണ്ട്. ഓക്കെ, ദെൻ കൺട്രോൾ ഡാറ്റയിൽ വന്ന് ബാലൻസ് ഇൻ ലോക്കൽ കറൻസി ടിക്ക് ചെയ്ത് കൊടുക്കണം. ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ 001, ദെൻ ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റിൽ വന്നിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് G001 കൊടുക്കുക. Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം. എക്സ്പെൻസും ആയില്ലേ. ഇനി എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ഇവിടെ ഓൾറെഡി 2001 ക്രിയേറ്റ് ചെയ്ത്, ഇനി ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2001 കൊടുക്കരുത്. ഏത് കൊടുക്കണം, 2002 കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഏതാണോ ക്രിയേറ്റ് ചെയ്യണത് അതവിടെ കൊടുക്കുക. എക്സാമ്പിളായിട്ട് ഇതും കൂടി കാണിച്ചു തരാം. ടൈപ്പ് ഓർ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് കൂടി പറഞ്ഞേ. നമുക്കിവിടെ റെൻറ്റ് പെയ്ഡ് കൊടുക്കാം അല്ലേ, റെൻറ്റ് പെയ്ഡ്. കൺട്രോൾ ഡാറ്റയിൽ വന്നിട്ട് ബാലൻസ് ലോക്കൽ കറൻസി, ലൈൻ ഐറ്റം ഡിസ്പ്ലേ, സോർട്ട് കീ 001 കാണാണ്ട് പഠിച്ചില്ലേ. ദെൻ താഴേക്ക് വന്ന് G001 കൊടുത്ത് Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. റെൻറ്റും വന്നു. അസറ്റ് അണ്ടറിൽ ക്യാഷ്, എക്സ്പെൻസിൻ്റെ അണ്ടറിൽ സാലറി, ലയബിലിറ്റിയുടെ അണ്ടറിൽ ഇതും വന്നു. എന്തും വന്നു, ക്യാപിറ്റലും വന്നു. ഇനി സെയിൽസിൻ്റെ അണ്ടറിൽ നിങ്ങൾ ക്രിയേറ്റ് ആക്കണം. സെയിൽസിൻ്റെ അണ്ടറിൽ ഏതൊക്കെ വരും, സെയിൽസ് അക്കൗണ്ട് വരും, കമ്മീഷൻ റിസീവ്ഡ് വരും, റെൻറ്റ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അത് വരും, ഡിസ്കൗണ്ട് റിസീവ്ഡ് വരും, ഇങ്ങനത്തെ അക്കൗണ്ട്സ് ഒക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം സെയിം പോലെ തന്നെ. ഓക്കെ അല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഡ്ജേഴ്സ് നമുക്ക് ഇത്രയല്ല വരാം, ഒരു കമ്പനിയിലേക്ക് ഓരോ ട്രാൻസാക്ഷൻ വരുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ലെഡ്ജേഴ്സ്. നമുക്ക് ഒരു ലെഡ്ജറോ 2 ലെഡ്ജറോ ഒന്നും അല്ല വരാം, കുറേ ലെഡ്ജേഴ്സ് നമുക്ക് അവിടെ വരും. ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100, 110
ലെഡ്ജേഴ്സ് 500 ലെഡ്ജേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസിലേക്ക് പോയതിന് മുമ്പ് ലെഡ്ജേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി ട്രാൻസാക്ഷൻസ് ചെയ്ത് നോക്കാം. ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ലെഡ്ജേഴ്സ് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്ത് കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ ചെയ്തല്ലേ. അപ്പോൾ ഇനി ട്രാൻസാക്ഷനിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ SAPയുടെ മെയിൻ പേജിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഈ മെയിൻ പേജിൽ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ടൊരു T കോഡ് ഉണ്ട്. നമുക്കിപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനും കോൺഫിഗറേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ T കോഡ്സ് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ടൊരു T കോഡ് ഉണ്ട്. ആ T കോഡാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാം, അതായത് ജനറൽ ലെഡ്ജേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്. അതായത് നോർമലായിട്ടുള്ള GLസിൻ്റെ ട്രാൻസാക്ഷൻ, അതായത് സാലറി കൊടുക്കുന്നു, റെൻറ്റ് കൊടുക്കുന്നു, ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ്, ഇങ്ങനത്തെ ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് നോർമലായിട്ട് തന്നെ. ഇതല്ലാണ്ട് വെൻഡേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് SAPയുടെ ജനറൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും അതിൽ തന്നെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട്സ് ഓപ്പൺ ചെയ്യാന്നുള്ളതുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ടുള്ള T കോഡാണ്. ഞാനിപ്പോൾ മെയിൻ പേജിൽ നിന്ന് ആയതുകൊണ്ട് F-0 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറൊരു പേജിലാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞേക്കണേ, എല്ലാ T കോഡ്സിൻ്റെ ഫ്രണ്ടിൽ /n കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ F-0 മാത്രം കൊടുത്ത് എൻ്റർ അടിക്കുക. സോ ഞാനവിടെ F-0 കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു പേജിലാണ് വന്നേക്കുന്നത്. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് കൂടി കാണാം. സോ ഇവിടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഡോക്യുമെൻറ്റ് ഡേറ്റ് ആണ്. ഡോക്യുമെൻറ്റ് ഡേറ്റും പോസ്റ്റിംഗ് ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് പോസ്റ്റിംഗ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഡോക്യുമെൻറ്റ് ഡേറ്റ്? ഡോക്യുമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ എന്നാണോ ശരിക്കും സംഭവിച്ചത്, അതായത് എന്നാണോ ഇത് ശരിക്കും നടന്നത്, ആ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ 10-ാം തീയതിയാണ് ട്രാൻസാക്ഷൻ നടന്നത്, ഞാൻ പക്ഷേ ഇത് എൻ്റർ ചെയ്യുന്നത് 21-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റും, ഡോക്യുമെൻറ്റ് ഡേറ്റ് 10 കൊടുക്കുക, പോസ്റ്റിംഗ് ഡേറ്റ് 21 കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല 21-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ 21-ാം തീയതി തന്നെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെയിം ഡേറ്റ് കൊടുക്കുക. ഞാൻ പറയുകയാണ് എൻ്റെ ട്രാൻസാക്ഷൻ നടന്ന് 19-ാം തീയതി ആയിരുന്നു, ഞാൻ 21-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതവിടെ പോസ്റ്റിംഗ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇനി ടൈപ്പിൻ്റെ ഇവിടെ കണ്ടോ SA എന്നും പറഞ്ഞ് ഇത് ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻ്റെ ടൈപ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ അവിടെ തന്നേക്കുന്നത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA എന്നാണ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി KA ആണ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ വെൻഡറിൻ്റെ ട്രാൻസാക്ഷൻ ആയിരിക്കും. അതുപോലെ DA എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ട്രാൻസാക്ഷൻ ആയിരിക്കും. ഇനി AA എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ SA ആണ് വന്നേക്കുന്നത്. സോ SA എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ജനറൽ ട്രാൻസാക്ഷൻസ് ആണ്. സോ ഇതിൽ പിന്നെ ചോദിച്ചിട്ടുണ്ട് കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി കോഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമ്പനി കോഡ്, എൻ്റെ ENI 3 ആയിരുന്നു ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത കമ്പനി കോഡ്, അത് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറൻസി നമുക്കറിയാം, നമ്മുടെ കറൻസി എന്ന് പറയുന്നത് INR അല്ലേ. സോ INR അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്തത് കൊണ്ടാണ് എനിക്കിവിടെ ഈ ഒരു കറൻസിയും കമ്പനി കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരാനത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പിന്നെ പീരീഡ് ചോദിച്ചിട്ടുണ്ട്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു ടോപ്പിക്കിൽ പറഞ്ഞായിരുന്നു എന്താണ് പീരീഡ് മീൻ ചെയ്യണേ എന്നുള്ളത്. എന്തുന്നാ, നമ്മുടെ കമ്പനിയിൽ മന്തുകളെയാണ്, അതായത് നമുക്കറിയാം ഓരോ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April to March ആണ്. സോ April to March അടിസ്ഥാനത്തിൽ നമ്മൾ എത്രാമത്തെ മന്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നവംബർ ആയതുകൊണ്ട് ഞാനിവിടെ കൊടുക്കുന്നത് April, May, June, July, August, September, October, November 8ാമത്തെ മാസമാണ്. അപ്പോൾ അവിടെ 8 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം നമ്മുടെ പോസ്റ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇയർ അനുസരിച്ച് അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. നമുക്ക് നോക്കാം ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന്. ഞാനവിടെ അത് കൊടുക്കുന്നില്ല. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് നമ്പറോ റെഫറൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുന്നത് കാണിച്ചാൽ ഇപ്പോൾ ഡോക്യുമെൻറ്റ് നമ്പറായിട്ട് എന്തെങ്കിലും 100 റെഫറൻസ് നമ്പറായിട്ട് വേറെ എന്തെങ്കിലും ഡിജിറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല, താഴേക്ക് സ്ക്രോൾ ചെയ്യാണ്. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വന്നത് ചോദിക്കുന്നതാണ് പോസ്റ്റിംഗ് കീ എന്താണെന്ന് ചോദിക്കും. ഈ പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത് എപ്പോഴും SAPയിൽ പോസ്റ്റിംഗ് കീ എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ കൊടുക്കുന്ന ആ ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റിംഗ് കീ കൊടുക്കുന്നത്. നോർമലായിട്ട് SAPയിൽ വരുന്ന പോസ്റ്റിംഗ് കീ ആണ് 40, 50, 40, 50 ആണ് നോർമലായിട്ട് വരുന്നത്. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റിംഗ് കീ ആണ്. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 40 ആണ് വന്നേക്കുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സെർച്ച് ബോക്സ് എടുത്തും കാണിച്ചു തരാം.
സെർച്ച് ബോക്സിൽ കുറേ പോസ്റ്റിംഗ് കീസ് നമുക്ക് തന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതിലിപ്പോൾ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ, ക്ലിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറേ തന്നിട്ടുണ്ടാകും. ഇവിടെ 40 എന്ന് പറയുന്നത് ഡെബിറ്റ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ, ഡെബിറ്റിന് വേണ്ടിയിട്ട്. സോ ഇവിടെ 40 അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ 40 ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡെബിറ്റിൻ്റെ അക്കൗണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഡെബിറ്റിൻ്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രാൻസാക്ഷൻ മനസ്സിൽ വിചാരിക്കാം. ഞാൻ പറയാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ വന്നത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നും പറഞ്ഞാണ് വരാം. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടാണ്, ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റിലാണ് വരിക. സോ ഇവിടെ ബാങ്ക് അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടെ വരുള്ളൂ. ഞാനിവിടെ ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, നേരെ FS00 പോയിട്ട് FS00 ഓപ്പൺ ചെയ്യുക. നമ്മുടെ കമ്പനി കോഡിൽ അസറ്റിൻ്റെ അണ്ടറിലല്ലേ ബാങ്ക് അക്കൗണ്ട് വരാം. സോ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഓൾറെഡി 1 എന്നും പറഞ്ഞ് ഞാനവിടെ ക്യാഷ് ക്രിയേറ്റ് ചെയ്ത് ഞാനിവിടെ ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്പർ 2 കൊടുത്തു. നമുക്കിവിടെ അറിയാം അസറ്റാണ്. അസറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അണ്ടറിലേക്കാണ്. ടെക്സ്റ്റിൻ്റെ അവിടെ ബാങ്ക് അക്കൗണ്ട്, ഇവിടെയും ബാങ്ക് അക്കൗണ്ട്. ദെൻ ഇവിടെ കൺട്രോൾ ഡാറ്റ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ബാലൻസ് ഇൻ ലോക്കൽ കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കണം. ദെൻ ലൈൻ ഐറ്റം ഡിസ്പ്ലേ കൊടുക്കണം. ദെൻ സോർട്ട് കീയുടെ അവിടെ 001. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതല്ലേ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. ദെൻ G001 കൊടുത്ത് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യാം. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ക്രെഡിറ്റ് ആവശ്യമായിട്ടുള്ളത് ക്യാഷ് അക്കൗണ്ടാണ്. അത് ഞാനവിടെ ഓൾറെഡി നേരത്തെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ സാലറിയുടെ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സാലറി അക്കൗണ്ട് വേണം, റെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് വേണം. ഇതെല്ലാം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം FS00 പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം ആ ഒരു പേജിലേക്ക് വരാം. ഞാനിവിടെ കൊടുത്തു. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ നമുക്കിവിടെ 40യുടെ അവിടെ ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ഞാനവിടെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താരണം. ഇനി ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ വരും. ഞാനവിടെ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ബാങ്ക് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ കൊടുത്തു. ദെൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് എമൗണ്ട്. ഞാനിപ്പോൾ ഒരു റഫായിട്ട് ഒരു എമൗണ്ട് കൊടുക്കുകയാണ്, 5000 എന്നും പറഞ്ഞു കൊടുത്തു. ദെൻ നമ്മുടെ അടുത്ത് ബിസിനസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പഠിച്ചായിരുന്നു. എൻ്റെ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന്. ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതിൻ്റെയാണ് ചെയ്യേണ്ടത്. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ അവിടെ നമുക്കറിയാം നമ്മളൊരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നരേഷനൊക്കെ നമ്മൾ കൊടുക്കാറില്ല. അതേപോലെ ഞാനിവിടെ കൊടുക്കുകയാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ഓക്കെ, ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് കൊടുത്തു. ദെൻ പോസ്റ്റിംഗ് കീയുടെ അവിടെ നമ്മുടെ അടുത്ത് പിന്നെയും ചോദിച്ചിട്ടുണ്ട് പോസ്റ്റിംഗ് കീ. അവിടെ ഓൾറെഡി 40 എന്ന് പറയുന്നത് ഡെബിറ്റിന് വേണ്ടിയിട്ട് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സൈഡ് ഡെബിറ്റും ഒരു സൈഡ് ക്രെഡിറ്റുമാണ് വന്നത്. സോ ഡെബിറ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി 40 കൊടുത്തു. ഇനി നമുക്ക് അവിടെ കൊടുക്കേണ്ടത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ്. ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന പോസ്റ്റിംഗ് കീ ഏതായിരുന്നു ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞുള്ളത് ഏതായിരുന്നു 50 ആയിരുന്നല്ലേ. സോ 50 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റിംഗ് കീ. ഓക്കെ, ഈ പേജിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ടാക്സ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ കൊടുക്കണം. അതിൻ്റെ കോൺഫിഗറേഷൻസ് ചെയ്താൽ മാത്രമേ ടാക്സ് അവിടെ കാൽക്കുലേറ്റ് ആവുള്ളൂ. ദെൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് പോസ്റ്റിംഗ് കീ 15 കൊടുത്ത്. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ അവിടെ നമുക്ക് ഏതാ വന്നത്, ക്യാഷ് അല്ലായിരുന്നോ. സോ അവിടെ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. ഈ പേജിലാണ് നമ്മൾ ക്രെഡിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എമൗണ്ട് ഒക്കെ സെയിം കൊടുത്തായിരുന്നു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ക്രെഡിറ്റിൻ്റെയാണ്. സോ ക്രെഡിറ്റിൽ നമുക്ക് ഡെബിറ്റിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എമൗണ്ടും നരേഷനൊക്കെ സെയിം ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു വഴി ചെയ്യാം. അതാണ് എമൗണ്ടിൻ്റെ അവിടെ കഴിഞ്ഞതിലെ പോലെ തന്നെ സെയിം ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ സ്റ്റാർ കൊടുക്കും. ടെക്സ്റ്റിൻ്റെ അവിടെ കഴിഞ്ഞ ഡെബിറ്റിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ട് വരാൻ വേണ്ടി പ്ലസ് കൊടുക്കും. ദെൻ ബിസിനസ് ഏരിയ നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കാം. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കുമ്പോൾ കണ്ടോ കഴിഞ്ഞ പേജിൽ കൊടുത്ത പോലെ തന്നെ സെയിം ആയിട്ട് എമൗണ്ടും ടെക്സ്റ്റും വന്നില്ലേ. ഇനി ജസ്റ്റ് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്യണ സമയത്ത് ഈ ഒരു എറർ വന്നേക്കാണ് നമുക്ക്. എന്താ എറർ, ദർ ഈസ് നോ ഐറ്റം കാറ്റഗറി അസൈൻഡ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നോക്കാം എന്താണ് ഈ എറർ എന്നുള്ളത്. കണ്ടോ
അപ്പോൾ പറഞ്ഞിട്ട് എന്താ ഓൺലൈൻ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റ് ഈസ് ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ് ആക്റ്റീവ് ആണ്, പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ് നമ്മൾ ആദ്യം അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ട് പേജിലേക്ക് പോയി. എന്നിട്ട് ഇവിടുന്ന് SPRO എന്ന് പറയുന്ന T കോഡ് ഓപ്പൺ ചെയ്യാം. ഇതാണ് പാത്ത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് ഈ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ് ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു T കോഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ പാത്ത് ഉപയോഗിച്ച്, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് T കോഡ് ഉപയോഗിച്ചും ചെയ്യാനും പറ്റും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്ത് പോകാനും പറ്റും. ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്ത് പോവാണ്. ഇതിൻ്റെ അകത്ത് ഞാനവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓപ്പൺ ചെയ്ത്, ജനറൽ അക്കൗണ്ടിങ് ഓപ്പൺ ചെയ്ത്, ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ് കണ്ടോ. ഇതിനൊരു T കോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ SPR ഓപ്പൺ ചെയ്തിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഓപ്പൺ ചെയ്യുക, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ് ഓപ്പൺ ചെയ്യുക, ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ്. ഈ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷനായിട്ട് ക്ലാസിഫൈ GL അക്കൗണ്ട്സ് ഫോർ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ് എന്നും പറഞ്ഞ് കാണാം. ഈ ഓപ്ഷൻ്റെ അവിടെ ഒരു ക്ലോക്കിൻ്റെ പോലെ ചിഹ്നം കാണാം, അതാണ് എക്സിക്യൂട്ട്, ഇത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളത്. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് അവിടെ വന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ എൻ്റെ ചാർട്ട് ഓഫ് അക്കൗണ്ടായ ENI 3 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ലോക്കായിട്ട് പോലെയാണ് കിടക്കുന്നത്. എനിക്ക് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ ഒന്നും ഇല്ല, ഓൾറെഡി ഞാനൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ന്യൂ എൻട്രീസ് കൊടുക്കുക. ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ഫ്രം അക്കൗണ്ടും ടു അക്കൗണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ അസറ്റ്സിന് ഓരോ നമ്പേഴ്സ് കൊടുത്തില്ല, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്നും പറഞ്ഞ് അതൊന്ന് നോക്കാം. നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാലും മതി. അതായത് ഞാൻ അസറ്റിന് 1 മുതൽ 1000 വരെ, എക്സ്പെൻസിന് 2001 മുതൽ 3000 വരെ, ഇങ്ങനെ ഒരു നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. സോ ആ നമ്പറാണ് നമുക്കിവിടെ നോക്കേണ്ടത്. സോ ഇതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നതിന് 1 മുതൽ 1000 വരെ എന്തിനാ, അസറ്റിന് വേണ്ടിയിട്ട്. അത് ഏതിൻ്റെ അണ്ടറിലാണ് വരാമെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അസറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ അണ്ടറിലേക്കായിരിക്കും. സോ ഇവിടെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞ ഓപ്ഷൻ കണ്ടാൽ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ലെഡ്ജേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ഇനി അടുത്തതാണ് 1001 to 2000 വരെ ഉള്ളത്. അത് നമ്മൾ കൊടുത്തേക്കുന്നത് ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ലയബിലിറ്റിയും എങ്ങോട്ട് തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ അല്ലേ. സോ ബാലൻസ് ഷീറ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് 2001 to 3000 എന്ന് പറയുന്നതിൻ്റെ എക്സ്പെൻസസ് ആണ്. സോ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ പേ ആൻഡ് എല്ലിലേക്കാണ്, പക്ഷേ ഇവിടെ എക്സ്പെൻസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ എക്സ്പെൻസസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ 3001 to 4000 ആണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് റവന്യൂവിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ആണ് വരുന്നത്. അതിനും നമുക്ക് റവന്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഏതിൻ്റെ അണ്ടറിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ്. നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ഓരോ ഡോക്യുമെൻറ്റ്സ് ആണ്. ആ ഡോക്യുമെൻറ്റ്സ് ഏതിൻ്റെ അണ്ടറിലേക്ക് പോകണം. ഞാനിപ്പോൾ ഒരു 10 എണ്ണം ചെയ്തതിന് അതിൻ്റെ അകത്ത് ഒരു 5 എണ്ണം അസറ്റിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകും. അതിൻ്റെ അകത്ത് ഒരു 5 എണ്ണം എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അത് നേരെ റവന്യൂയിലേക്ക് അല്ലെങ്കിൽ പി ആൻഡ് എല്ലിലേക്ക് പോകും. ഓക്കെ, സോ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചെയ്യാത്ത കാരണം നമുക്ക് ആ ട്രാൻസാക്ഷനിൽ എറർ വന്നത്. ഇതേപോലെ കുറേ എറേഴ്സ് SAPയിൽ കയറി വരും, ഇഷ്ടംപോലെ എറേഴ്സ് കയറി വരും. അത് ആ ഒരു വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ താഴെ വന്നേക്കുന്ന പോലെ ഒരു വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ അല്ലേ. സോ ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് വന്നിട്ട് ആക്ടിവേറ്റ് ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്ന് ഡീആക്ടിവേഷൻ പെർ കമ്പനി കോഡ് എന്നും പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്ന് എൻ്റെ കമ്പനി കോഡായിട്ടുള്ള ENI 3 കൊടുത്ത് ഇവിടെ ടിക്ക് കൊടുക്കണം. ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ആക്ടിവേറ്റ് ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിംഗ് ഓപ്പൺ ചെയ്യുക, രണ്ടാമത്തെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, പൊസിഷൻ ചെയ്ത് നമ്മുടെ കമ്പനി കോഡ് എടുത്ത് അവിടെ ടിക്ക് കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ഒന്നുകൂടി ചെയ്ത് നോക്കാം. /NF-02 ഓപ്പൺ ചെയ്ത് ഇനി ആ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇനി എറർ വരുമോ എന്നുള്ളത് കാണാം. കമ്പനി കോഡും കറൻസി എല്ലാം കൊടുത്ത് ഡെബിറ്റിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞത് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് ആയിരുന്നപ്പോൾ 40 എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്. അവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ നമ്പർ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ 1 കൊടുത്ത് എൻ്റർ അടിച്ച്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. എമൗണ്ട് 5000 കൊടുത്ത്. ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ENI 5 ആണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അത് ഏത് വേണമെങ്കിലും കൊടുക്കാം, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ടെക്സ്റ്റിൻ്റെ അവിടെ നമുക്ക് കൊടുക്കേണ്ടത് ക്യാഷ് ഡെപ്പോസിറ്റ് എടുത്തു ബാങ്ക്. ഓക്കെ, ദെൻ താഴെ വന്നു കഴിയുമ്പോൾ പോസ്റ്റിംഗ് കീ ഉണ്ട്. പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡെബിറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി ക്രെഡിറ്റിൻ്റെ കൊടുക്കാം. അതിന് 50 കൊടുത്തു. അക്കൗണ്ടിൻ്റെ അവിടെ ബാങ്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഏതാണോ ക്രെഡിറ്റിൽ വന്നത് അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
ഞാൻ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. എമൗണ്ട് സെയിം ആയിട്ട് വരാൻ ഏതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞേ, സ്റ്റാർ അല്ലേ, സ്റ്റാർ. ടെക്സ്റ്റ് സെയിം ആയിട്ട് വരാൻ പ്ലസ്, ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ENI 5. ദെൻ ഇത്രയും കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ദെൻ കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ കണ്ട ഇപ്പോൾ ഡോക്യുമെൻ്റ് അവിടെ പോസ്റ്റ് ആയില്ലേ. നേരത്തെ ആ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ എറർ വന്നത് സോൾവ് ആയില്ലേ. അവിടെ നമ്മൾ ആ ഡോക്യുമെൻറ്റ് സ്പ്ലിറ്റിങ് ചെയ്ത് കൊടുത്തതിനപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഓക്കെ. ഇനി ഇവിടെ ഓരോ ഡോക്യുമെൻറ്റ്സിന് ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ നമ്പറാണ് ഈ വന്നേക്കുന്നത്. അടുത്ത ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ ചെയ്യുമ്പോൾ ഓരോ നമ്പേഴ്സ് വരും. ഈ നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പ് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടോപ്പിക്കും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കണം. അതായത് ഡോക്യുമെൻറ്റ് നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ നമ്പർ വരാൻ, ഫിസിക്കൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പീരീഡ് കൊടുക്കാൻ, ഡോക്യുമെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെൻ്റ് ആണെന്ന് അറിയാൻ. പിന്നെ അതുപോലെ ഫീൽഡ് സ്റ്റാറ്റസ് പഠിച്ചായിരുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽഡ് സ്റ്റാറ്റസ് ചെയ്യുന്ന ഓഫ് ചെയ്തിടാം, ഇല്ലെങ്കിൽ ഓൺ ചെയ്തിടാം. ഇതിപ്പോൾ ഓപ്ഷനിൽ ആയതുകൊണ്ടാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ പറയണത്. പക്ഷേ ഡോക്യുമെൻറ്റ് ഡേറ്റിൻ്റെ അവിടെ സ്റ്റാർ വന്ന് കിടക്കുന്നുണ്ടോ, അതെന്തായാലും അവിടെ വേണം. അതൊക്കെയാണ് നമ്മൾ റിക്വേർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. ദെൻ ഈ ട്രാൻസാക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഈ ട്രാൻസാക്ഷൻ ചെയ്തതൊന്ന് നോക്കാം, അത് റിസൾട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് എടുക്കണം. ഓക്കെ, സോ GLൻ്റെ ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് എടുക്കാനായിട്ടുള്ള കോഡ്. റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ P&L ബാലൻസ് ഷീറ്റോ ഒന്നുമല്ല, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തത് മാത്രം അവിടെ നിന്ന് എഴുതി കാണിക്കും. അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് /FBL3N. ഓക്കെ, /FBL3N വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇങ്ങനത്തെ ഒരു പേജ് വരും. ഈ ഒരു പേജിൽ നിന്ന് റിപ്പോർട്ട് എടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് GLൻ്റെ റിപ്പോർട്ടാണ് വേണ്ടത്. അതായത് എൻ്റെ കമ്പനിയിൽ ഇത്രയും GLകളുണ്ട്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്യാഷിൻ്റെ റിപ്പോർട്ട് മാത്രം മതിയോ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, ബാങ്കിൻ്റെ മാത്രം മതിയോ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏതാണോ വേണ്ട അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിപ്പോർട്ട് മാത്രം. ഇനി അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിലോ നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ ലെഡ്ജേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ അവിടെ വരും. ഞാൻ ഇപ്പോൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ കമ്പനി കോഡ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ദെൻ താഴേക്ക് പോകുമ്പോൾ ഓപ്പൺ ഐറ്റം, ക്ലിയർഡ് ഐറ്റം, ഓൾ ഐറ്റം. ഞാൻ ഓൾ ഐറ്റം ആണ് അവിടെ സെലക്ട് ചെയ്തത്. ഓപ്പൺ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് അവിടെ കാണിക്കുള്ളൂ. ക്ലിയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതോ കിട്ടിയതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഓൾ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ കാണിക്കും. പിന്നെ അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഡേറ്റ്, ഏത് ഡേറ്റിലുള്ള റിപ്പോർട്ട്സ് മാത്രമാണ് വേണ്ടത്, ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് വേണ്ടത്. ഞാൻ പറയുകയാണ് എനിക്ക് ഈ നവംബർ മന്തിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ November 1 to November 21 വരെ ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ ഡേറ്റിലുള്ള ട്രാൻസാക്ഷനും വരും. അപ്പോൾ ഇങ്ങനെ നമുക്കിഷ്ടത്തിന് നമുക്ക് സോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സിക്യൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്യാഷ് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്, പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത് 40 ആണ്. അതായത് ക്യാഷ് അക്കൗണ്ട് അവിടെ 40 വന്നേക്കുന്നത്. ദെൻ ബാങ്ക് അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് അവിടെ വന്നത്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷനും കൂടി ചെയ്ത് നോക്കാം. ഞാനവിടെ കൊടുത്ത ടൈമിൽ ക്യാഷും ബാങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ കറക്റ്റ് ആയിരുന്നു, ആദ്യം കൊടുത്തപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡർ ടു ക്യാഷ് എന്നായിരുന്നു. പക്ഷേ രണ്ടാമത് കൊടുത്ത ടൈമിൽ അവിടെ ക്യാഷ് ടു ബാങ്ക് എന്നായിപ്പോയി. അതൊന്ന് നോക്കണം. ഞാനിപ്പോൾ ഒന്നും കൂടി ട്രാൻസാക്ഷൻ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇനി അടുത്തത് ഒരു ട്രാൻസാക്ഷൻ ഒന്ന് ഓർത്ത് നോക്കി, ഏതാ വേണ്ടേ? ഞാനിവിടെ കൊടുക്കുകയാണ് സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി ഞാൻ കൊടുത്തു, എന്ത് വഴിയാണ് കൊടുത്തത്? ക്യാഷ് വഴി ഞാൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്, ഈ ട്രാൻസാക്ഷൻ നടന്നത് ഞാൻ പറയുകയാണ് 10-ാം തീയതിയാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്. പക്ഷേ 21-ാം തീയതി ഒന്നും ആയി, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ 10-ാം തീയതിയിൽ ഡോക്യുമെൻറ്റ് ഡേറ്റും 21-ാം തീയതിയിൽ പോസ്റ്റിംഗ് ഡേറ്റും കൊടുത്ത് ഇപ്പോൾ ഇവിടെ കണ്ട ഡോക്യുമെൻറ്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. പോസ്റ്റിംഗ് പീരീഡ് 8 എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. പോസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നവംബർ മന്തിലാണെന്നുള്ളത് ഇവരോട് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ശരിക്കുമുള്ള കലണ്ടർ ഇയർ അനുസരിച്ച്, പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച്. ദെൻ കമ്പനി കോഡ്, കറൻസി ഇതൊക്കെ വന്നിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ 40 വന്നിട്ടുണ്ട്. 40 എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിലുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ സാലറി അല്ലേ വന്നേക്കുന്നത്. സോ സാലറി പെയ്ഡ് എന്ന് പറയുന്ന അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത്, ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോകരുത്. ഓക്കെ, സോ ഡെബിറ്റിൽ സാലറി എന്ന് പറയുന്നത് കൊടുത്തു. ദെൻ എമൗണ്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ സാലറി ഞാൻ കൊടുത്തത് 15,000 രൂപയാണ്. സോ ഞാനവിടെ എൻ്റെ കമ്പനിയിലുള്ള എംപ്ലോയിക്ക് കൊടുത്ത 15,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് കൊടുത്തു. ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുകയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാൾക്കാണ്
സാലറി കൊടുത്ത്. അപ്പോൾ ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പറഞ്ഞുള്ള ബിസിനസ് ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്ത് ടെക്സ്റ്റിൻ്റെ അവിടെ സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഓക്കെ, ഇത്രയും കൊടുത്തു. ദെൻ പോസ്റ്റിംഗ് കീയുടെ അവിടെ എന്താ ചോദിച്ചേക്കണേ, ഓൾറെഡി ഡെബിറ്റിൻ്റെ നമ്മൾ കൊടുത്തു, ഇനി ക്രെഡിറ്റിൻ്റെ 50 കൊടുക്കുക. അക്കൗണ്ടിൻ്റെ അവിടെ നമുക്ക് ക്രെഡിറ്റിൽ വന്നത് ഏതാ, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നല്ല, അപ്പോൾ ക്യാഷ് അല്ലേ ക്രെഡിറ്റിൽ വരാം, ക്യാഷ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ. എമൗണ്ട് സെയിം ആയിട്ട് വരാൻ സ്റ്റാർ, ടെക്സ്റ്റ് സെയിം ആയിട്ട് വരാൻ പ്ലസ്, ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ENI 4. ദെൻ എൻ്റർ കൊടുക്കുക. കൺട്രോൾസ് എടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്ന ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻറ്റ് നമ്പറിൽ നിന്ന് വ്യത്യാസം കണ്ട, നേരത്തെ ഇവിടെ ഫുൾ 0 ആയിരുന്നു, ഇപ്പോൾ ഇവിടെ 1 വന്നില്ലേ. സോ ഇനി അടുത്തത് ചെയ്യുമ്പോൾ 2 വരും, 3 വരും, അങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സിനും ഓരോ ട്രാൻസാക്ഷൻസ് വെച്ച് വരും. ഓക്കെ, ഇനി എൻ്റെ ഒന്ന് ലോഗ് ഔട്ട് ആയിപ്പോയി, ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. ഓക്കെ, ലോഗ് ഔട്ട് ആയി പോയപ്പോൾ ഞാൻ ഒന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഞാൻ FBL3Nലേക്ക് തന്നെ വന്നപ്പോൾ കമ്പനി കോഡ് ഇവിടെ വന്നിട്ടില്ല, ഞാൻ അവിടെ കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ദെൻ ഓൾ ഐറ്റം കൊടുത്തിട്ട് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ക്യാഷിൽ 15,000 പോയിന്നും പറഞ്ഞ് മൈനസിൽ വന്നേക്കണം കണ്ട, സാലറി പെയ്ഡ് ബൈ ക്യാഷ് മൈനസ് 15,000 15,000 എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. ഏതിലേക്കാണ് പോയേ, സാലറി പെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിലേക്കാണ്. സോ അവിടെ 15,000 രൂപ സാലറി പെയ്ഡ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വന്ന്. ഇനി നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് GLൻ്റെ അവിടെ വന്നിട്ട് സാലറി അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ, അവിടെ സാലറി എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ. സാലറിയിലേക്ക് 15,000 രൂപ പോയി എന്നും പറഞ്ഞ് അവിടെ കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 2 ട്രാൻസാക്ഷൻ ചെയ്ത് കാണിച്ചു, ഇനി ഒരെണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത് ചെയ്യുന്നത് റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിച്ചോ. ഞാനിപ്പോൾ ഡേറ്റ് കൊടുത്തു, 21 തന്നെയാണ് ഡേറ്റ്. ദെൻ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, റെൻറ്റ് പെയ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നല്ലേ. സോ ഞാൻ അവിടെ അക്കൗണ്ടിൽ സെർച്ച് ബോക്സിൽ നിന്ന് ഡെബിറ്റിൽ വന്നത് റെൻ്റാണ്, റെൻറ്റ് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്ത് ദെൻ എമൗണ്ടിൻ്റെ അവിടെ ഞാനൊരു പറയുന്നത് റെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ 10,000 രൂപയായിരുന്നു, ഞാൻ 10,000 കൊടുത്തു. ബിസിനസ് ഏരിയ ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തത്, ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. റെൻറ്റ് കൊടുത്തത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, അപ്പോൾ അതിൻ്റെ ബിസിനസ് ഏരിയ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് കൊടുത്തു. ടെക്സ്റ്റ് നറേഷനും അവിടെ കൊടുത്തു. പോസ്റ്റിംഗ് കീയുടെ അവിടെ 50 കൊടുക്കുക. ക്രെഡിറ്റിൽ വന്ന അക്കൗണ്ട് നമുക്ക് ക്യാഷ് അല്ലേ, സോ ക്യാഷ് എന്ന് പറയുന്നത് ഞാനവിടെ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കൊടുത്തിട്ട് ഞാനവിടെ എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാറും ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസ്സും ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഞാനവിടെ ENI പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് നോക്കിയപ്പോൾ വന്നിട്ടുണ്ട്. കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് സേവായി. ഇനി ഇതിൻ്റെ റിപ്പോർട്ടും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. /FBL3Nൽ പോയിട്ട് ഞാനവിടെ ഓൾ ഐറ്റം കൊടുത്ത് റെൻറ്റിൻ്റെ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. റെൻറ്റിൻ്റെ അക്കൗണ്ട് മാത്രം ഞാനവിടെ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യണ ടൈമിൽ എനിക്കവിടെ കണ്ടോ റെൻറ്റ് പെയ്ഡ് 10,000 രൂപ ഡെബിറ്റിൽ റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് റിപ്പോർട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിനെ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്കൊക്കെ ആക്കാനും പറ്റും. ഓക്കെ, സോ ഇവിടെ പ്രിൻ്റ് ചെയ്യാനും പറ്റും, നമുക്ക് ഇതിനനുസരിച്ച് സോർട്ടൊക്കെ ചെയ്തെടുക്കാനും പറ്റും. സോ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻസും അതിൻ്റെ റിപ്പോർട്ടിങ്ങും വന്നത്. ഇനി നമുക്ക് 2-3 ടോപ്പിക്സ് കൂടി നോക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. സോ ഞാൻ ഒന്നുകൂടി ലെഡ്ജറിലേക്ക് പോവാണ്. ലെഡ്ജറിലേക്ക് പോയിട്ട് ഇനി അടുത്ത ട്രാൻസാക്ഷൻസ്, സോ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആ ലെഡ്ജേഴ്സിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളതെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇനി ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ ഓപ്ഷൻസ് പറഞ്ഞായിരുന്നു. ഈ ഓപ്ഷൻസിൻ്റെ യൂസേജ് കൂടി പറഞ്ഞുതരാം. ഫസ്റ്റത്താന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യാനായിരുന്നു. സോ ഈ ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ
നമുക്ക് ഈ കുറേ ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്കത് ഹെൽപ്ഫുൾ ആവുള്ളൂ. അതായത് ഒരു 100, 150, 200 ലെഡ്ജേഴ്സ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെഡ്ജേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ഇവിടെ വിസിബിൾ ആവണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണണം എന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കാണാൻ പറ്റും. കണ്ടോ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും. ഇനി എഡിറ്റ് ചെയ്യണം. ഈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തത് എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയി, അത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുമ്മ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പെൻസിലിൻ്റെ സീനം കണ്ടോ, ചേഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ദെൻ ക്യാഷ് പോലെ തന്നെ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യാം. ഈ ക്യാഷ് അക്കൗണ്ട് എനിക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ഇടുന്നും പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കിംഗ് ഫോർ ക്രിയേഷൻ, ഇത് പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പോസ്റ്റ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് ബ്ലോക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഈ ക്യാഷ് വെച്ചിട്ട് ട്രാൻസാക്ഷനോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഞാനവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. ദെൻ ഡിലീറ്റ് ചെയ്തിടാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് പോകും അല്ലേ. പക്ഷേ ഇവിടെ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു ഓപ്ഷനെ കൊടുക്കുള്ളൂ. കണ്ട, മാർക്ക് ഫോർ ഡിലീഷൻ. ഇത് ഡിലീറ്റഡ് എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു മാർക്കേ വരുള്ളൂ, പിന്നെ എനിക്ക് അത് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോണിൽ നിന്നോ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ നിന്ന് പോകും. പക്ഷേ സ്റ്റെപ്പിലാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റഡ് എന്നും പറഞ്ഞ് ജസ്റ്റ് മാർക്കിംഗ് ആണ് വരുള്ളൂ. കാരണം അതിൽ ഓൾറെഡി ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ ഡിലീറ്റഡ് എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു മാർക്കേ കൊടുക്കുള്ളൂ. ദെൻ നമുക്കിവിടെ കമ്പനി കോഡ് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ENI3 എന്ന് പറഞ്ഞ കമ്പനി കോഡിലാണ്, എനിക്കത് മാറ്റി വേറൊരു കമ്പനി കോഡിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അതവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് റീഫ്രഷ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അതിവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജർ അവിടെ വിസിബിൾ ആവും. പിന്നെ ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലെഡ്ജേഴ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്തെടുക്കാൻ. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ടോപ്പിക്സ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് എൻ്റർപ്രൈസ് കോൺഫിഗറേഷനിലുള്ള കമ്പനി ക്രിയേഷൻ, കമ്പനി കോഡ് അതിനെ അസൈൻ ചെയ്ത്, പിന്നെ ടോളറൻസ്, ബിസിനസ് ഏരിയ, ഫീൽഡ് സ്റ്റാറ്റസ്, ഫിസ്ക്കൽ ഇയർ, പോസ്റ്റിംഗ് പീരീഡ്, പിന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പഠിച്ച്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്ത് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച്, ലെഡ്ജേഴ്സിൽ നമ്മൾ എന്ത് പഠിച്ചത്, പിന്നെ അതുപോലെ ലെഡ്ജേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു അതിൻ്റെ റിപ്പോർട്ട്സ് എടുത്തു. ഇത്രയാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ എൻഡ് യൂസർ ലെവലിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാണ്ട് നമുക്ക് കൺസൾട്ടൻ്റ് ലെവലിലൊക്കെ വരുന്ന കുറേ ടോപ്പിക്സ് നമുക്കുണ്ട്. SAP എന്ന് പറയുന്നത് അത്രയും വലിയ ടോപ്പിക്സ്, കുറേ ടോപ്പിക്സ് ഉണ്ട്. ഇതിലിപ്പോൾ SAPയിൽ S/4HANAയിൽ ഒരു മൊഡ്യൂളായിട്ടുള്ള ഫിനാൻസിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ അതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സെർവർ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ചെയ്തത് ഒരു SAPയുടെ സോഫ്റ്റ്വെയറിലാണ്. ഈ SAPയുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സെർവർ ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്കിന് കയറുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനായിട്ട് SAP പഠിക്കാനായിട്ട് കെയർ ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പോൾ എൻട്രിയിൽ തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ SAP സെർവറിൻ്റെ ആക്സസ് നിങ്ങൾക്ക് പഠിച്ച് തീരണ വരെ കിട്ടും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പ്രാക്ടീസ് ചെയ്ത് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിനകത്ത് റിപ്ലൈ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.